ഹല്ലേലൂയ. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധനായ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിവേളയിൽ ഇപ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് കൗൺസിലിംഗ് മീറ്റിംഗ് ആയി ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ പാതാകെ ചേർന്ന് വരാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്കായിട്ട് തന്ന നല്ല സമയങ്ങൾക്കായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തെ ഞങ്ങൾ വിവേചിക്കുമ്പോൾ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്ന കർത്താവിന്റെ വരവിനോട് ഞങ്ങൾ ഏറെ അടുത്തിരിക്കുന്ന ഒരു അവസാന സമയത്തേക്ക് ഞങ്ങൾ വന്നു നിൽക്കുമ്പോൾ എത്രയോ തലമുറകൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വിരഞ്ഞോടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ കരങ്ങളിൽ ദൈവമായ കർത്താവ് ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ ദൈവനാമ മഹത്വത്തിനായിട്ട് വാർത്തെടുക്കുവാൻ ഏറിയ നിയോഗത്തോടെ ദർശനത്തോടെ കർത്താവ് ഈ നാളിൽ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ അഭ്യസിപ്പിക്കുവാൻ ഈ ദിനങ്ങളിൽ നടക്കുന്ന ഈ ക്ലാസ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ വളരെ ശക്തമായിട്ട് ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് ആവശ്യമായ പൊരുളുകൾ തിരിച്ചു തരാൻ തക്കവണ്ണം അങ്ങയുടെ വിലപ്പെട്ട ദാസനെ അവിടുത്തെ അധികാരപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രിയിൽ വളരെ പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. അവിടുത്തെ ദാസനെ ആത്മാവിന്റെ നിറവോടുകൂടെ ആത്മാവിന്റെ നടത്തിപ്പോടുകൂടെ ഇന്ന് രാത്രി കർത്താവെ ഈ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം അങ്ങ് ശക്തീകരിപ്പാൻ തക്കവണ്ണം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി ഈ സൺഡേ സ്കൂളിലെ ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിന് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരുപോലെ ഈ ക്ലാസ് അനുഗ്രഹമാകണമേ. വരുന്ന നാളിലെ ഞങ്ങളുടെ കർത്താവെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ക്ലാസ്സുകൾ എത്രയും പ്രയോജനവും അനുഗ്രഹമായി മാറട്ടെ. തുടർന്നുള്ള സമയങ്ങൾ നല്ല പാട്ടുകൾ ഒന്നിച്ചു പാടാൻ കർത്താവ് സഹായിക്കണമേ. ശുഭ തന്നെ പാട്ടുകൾ ലീഡ് ചെയ്യാൻ കർത്താവ് ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥിപ്പാൻ കൃപ ചെയ്യണമേ. ജോയിൻ ചെയ്യാനുള്ളവരെ വേഗത്തിൽ കർത്താവ് കൂട്ടി വരുത്തണമേ. മുഴുവനായി നടക്കുന്ന ക്ലാസ്സിനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദാസനെ കർത്താവ് ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാം മഹത്വമെടുത്തെടുക്കണമേ. യേശു കർത്താവ് നിസ്തുല്യ നാമത്തിൽ താഴ്മയോട് ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. നമുക്ക് ചേർന്ന പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ ശുഭത പാട്ട് ലീഡ് ചെയ്യും. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. കാൽവറി രക്തമേ യേശുവിൻ രക്തമേ, കാൽവറി രക്തമേ യേശുവിൻ രക്തമേ, കാൽവറിയിലേശു താൻ സ്വന്ത രക്തം ചിന്തി നിൻ, കാൽവറിയിലേശു താൻ സ്വന്ത രക്തം ചിന്തി നിൻ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, രോഗം ശീലിച്ചവൻ പാപം വഹിച്ചവൻ, കാൽവറി മലമുകൾ കൈകാലുകൾ വിരിച്ചവൻ, കാൽവറി മലമുകൾ കൈകാലുകൾ വിരിച്ചവൻ, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കും യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ, അനുദിനവും പാടി വാഴ്ത്തുക. യേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, യേശു സന്നിധി എനിക്കെത്ര ആശ്വാസം, ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും, ക്ലേശമെല്ലാം മാറ്റിടും
രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും എന്നീശുമാർവതിൽ. ഞാൻ നിത്യം ചാരിടും എന്നീശുമാർവതിൽ. നല്ലവൻ വല്ലഭൻ എന്നീശു എത്ര നല്ലവൻ. നല്ലവൻ വല്ലഭൻ എന്നീശു എത്ര നല്ലവൻ. എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം. ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം. ആത്മാവിൽ നിറയുക ആനന്ദ നദീത്. ആത്മാവിൽ നിറയുക ആനന്ദ നദീത്. പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും. പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. എന്നീശു സന്നിധി എനിക്കെത്ര ആശ്വാസം. എന്നീശു സന്നിധി എനിക്കെത്ര ആശ്വാസം. ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും. ക്ലേശമെല്ലാം മാറ്റിടും രോഗമെല്ലാം നീക്കിടും. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. വിശ്വാസത്താൽ നിന്നെ യേശുവിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവഭാഗ്യം അടയ്ക്കാം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നമ്മൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് കർത്താവിന്റെ ദാസനെ അവിടുന്ന് അധികാരപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രിയിലും ടീച്ചിങ് മെത്തേഡ്സ് എന്ന സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് എടുക്കുന്ന ക്ലാസ്സുകൾ അത് ദൈവനാമ മഹത്വം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് അനുഗ്രഹവും തുടർന്നുള്ള സമയങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് അതൊരു അനുഗ്രഹമായി തീരട്ടെ. ദൈവാത്മാവിന്റെ നിയോഗത്തോടും നടത്തിപ്പോടും കൂടെ ഇന്ന് രാത്രി ഈ ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം കർത്താദാസനെ ശക്തീകരിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ സൺഡേ സ്കൂളിൽ ദൈവവചനം പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ പാരന്റ്സിന് വേണ്ടി സ്തോത്രം ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിന് വേണ്ടി സപ്പോർട്ടീവ് സ്റ്റാഫ്, സ്റ്റാൻഡ് ബൈ ടീച്ചേഴ്സ് എല്ലാവരെയും ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവനാമ മഹത്വമാകട്ടെ. അത്യന്തികമായി തുടർന്ന് നടക്കുന്ന ക്ലാസ്സിന് അനുഗ്രഹത്തിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ബ്രദർ ജോയൽ സാം മാത്യു ഈ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെടുത്താം. Loving Heavenly Father, we praise you and thank you, Lord, for helping us to come into your presence this evening, O Lord. Thank you, Lord, for bringing us together as a Sunday school teachers team, O God,
to sit at your feet, O God, to hear from your word, O Lord, and, O Lord, to hear from your servant this evening, O God. We pray, O God, that you bless your servant, O God, and help him to teach us, O Lord, from your word, O Lord. Open to us, O Lord, all the spiritual truths, O Lord, and all the wisdom that we need, O God, so that we might be equipped for the task and the ministry that is set before us, O God. Father, we know in these days, O Lord, when the enemy tries, O God, to destroy the minds of our young ones, O Lord, we know that they are precious in your sight, Father. We know that we have a grave and serious responsibility towards these young ones, O Lord. We know, O God, that you have a great plan for them, O God, for your word says, suffer not to let the children come to me, O God. Father, we pray, O Lord, that you might help us, O God, as teachers, O God, not to be merely teaching shops, Father, as your servant said, but help us, Lord, to be equipped to mold, O God, those children into the way that you want them to be, O God. Help us, O Lord, to be those instruments, O Lord, that train up the child in the way that they should go, Father, so that your word might be imprinted in their hearts, Father. We pray, O Lord, once again for this meeting, O Lord. We pray for the pastor, O Lord. We pray for all the teachers, for the support staff, for all the standby teachers, for everyone that has gathered here this evening, O God. We pray that this upcoming session, O God, be a great blessing in our lives, O Lord, that it might bring out the practical changes that need to be implemented in our lives, Father. We once again pray, O God, that you might anoint your servant, O Lord, and help him to minister with power, O God, this evening. We humble ourselves once again before your presence, O Lord. Pray for all the students and the parents and their parents, O God, for Sunday school. Father, we pray that you might bless them in all aspects of their lives, O God. We pray, O Lord, that in this young age, O Lord, they might have an encounter with you and come to know Jesus as their Savior and their closest friend, O Lord. We pray, O Lord, that they might realize, O God, that you have created them for a loving relationship with you. And we pray, O Lord, that Sunday school might turn into a great blessing for their lives, O God. We humble ourselves once again in your presence. Thank you for everything, O Lord. Help us to sit at your feet with all reverence. We humbly bow ourselves and ask all these things in Jesus' mighty name we pray. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിവേളയിൽ നമ്മുടെ സൺഡേ സ്കൂൾ ബന്ധത്തിൽ ടീച്ചേഴ്സ് കൗൺസിലിംഗ് മീറ്റിംഗ് ആയി ഇപ്രകാരം ഈ രണ്ടാം ദിനവും ഇങ്ങനെ ദൈവസന്നിധി ചേർന്ന് വരുവാൻ തൊക്കെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യകാരിക്കുന്ന ബഹുമാനായ കഥാദാസൻ ഫാസ്റ്റർ പി ടി തോമസ് സാർ, മറ്റ് എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും, സപ്പോർട്ടീവ് സ്റ്റാഫ്, സ്റ്റാൻഡ് ബൈ ടീച്ചേഴ്സ് എല്ലാവർക്കും യേശു കർത്താവ് നിസ്തുല്യ നാമത്തിൽ രാത്രികാല വന്ദനം പറയുകയാണ്. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ ഏറിയ നാളുകളായിട്ട് ഇതുപോലെ ഒരു ടീച്ചേഴ്സിന് വേണ്ടി ഒരു കൗൺസിലിംഗ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു. എന്നാൽ ഇപ്പോഴാണ് തന്നെ ഒരു സമയമായത്. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കർത്താദാസനെ നമുക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കിയല്ലോ. ഇന്നലെ രാത്രിയിലെ ക്ലാസ് നമുക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മനസ്സിലാക്കി നമ്മൾ കുഞ്ഞുങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ അതിടയാകട്ടെ. ഇന്ന് രാത്രി ടീച്ചിങ് മെത്തേഡ്സ് എന്ന സബ്ജക്റ്റിനകത്ത് നിന്നുകൊണ്ട് കർത്താവിന്റെ ദാസൻ പ്രിയ സാറ് ക്ലാസ് എടുക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. ഇനി ഒട്ടും ഒരു മുഖവരിക്ക് സമയം എടുക്കാതെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവിന്റെ വിലപ്പെട്ട ദാസന് ക്ഷണിക്കുന്നു. ആമേൻ. അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യനായ പ്രിയ റോയ് പാസ്റ്റർ, സൺഡേ സ്കൂളിന്റെ ചുമതലയ്ക്കായി കർത്താവ് നിയമിച്ചാക്കിയിരിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങൾ, സൺഡേ സ്കൂൾ ശുശ്രൂഷയിൽ കർത്താവിന്റെ വേലയിൽ പങ്കാളികളായിരിക്കുന്ന അധ്യാപകർ, അവരോടനുബന്ധിച്ച് അവരെ വിവിധ നിലകളിൽ സപ്പോർട്ട് ചെയ്യുന്ന ദൈവമക്കൾ, കർത്താവിന്റെ ദാസന്മാർ, ദൈവസഭ, എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഈ കൂടിവരവിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയപൂർവ്വമായുള്ള സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഈ രണ്ടാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച്
ഈ പ്രത്യേക ശുശ്രൂഷയിൽ, ഈ പ്രത്യേക മീൻസ് കൂടിവരവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും തിരുനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ 1-2 കാര്യങ്ങളിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിന് ചെറിയ ഉത്തരം പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. ഞാൻ നിങ്ങളോട് ഞാൻ സാധാരണ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പുറമേ കാണാൻ കഴിയുന്നില്ലെങ്കിലും അരയിൽ ഒരു തോർത്തും ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ നടുവിൽ നിൽക്കുകയാണെന്ന് ഞാൻ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ശുശ്രൂഷിക്കുന്നതിന്റെ ചുമതലയും ശുശ്രൂഷ അനുഭവിക്കുന്ന നിങ്ങളുടെ അവകാശവുമാണ്. സ്തോത്രം. നിങ്ങളാരും എനിക്ക് അപരിചിതരല്ല. എനിക്ക് വളരെ സ്നേഹമുള്ള ഒത്തിരി സഹോദരങ്ങൾ ഈ സഭയിലുണ്ടെന്ന് യോഗാനന്തരം ചിലരെ പരിചയപ്പെട്ടപ്പോഴേക്കും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബ്രദർ വിൽസൺ, അതുപോലെ ഞങ്ങളുടെ ജിൻസാമോള്, സ്റ്റീഫന്, സ്തോത്രം. അതുപോലെ സ്തോത്രം സോണിയ എൻ്റെ അടുത്ത സ്നേഹിതന്റെ മകളാണ്. സ്തോത്രം. എൻ്റെ മകളുടെ ഒന്നിച്ച് പഠിച്ചു നോക്കിയ അവരാണ്, ആ കുടുംബമാണ് ഈ പാട്ട് പാടുന്നതെന്ന് കേട്ടതിൽ പ്രത്യേക സന്തോഷം. അതുപോലെ സ്തോത്രം, പല സഹോദരങ്ങളും അവിടെ ഉണ്ടല്ലോ. ഉഷസ്, സ്തോത്രം. മറ്റു പല സഹോദരങ്ങളെയും ഈ കൂടിയവരവരുണ്ടെന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ആരും എനിക്ക് അന്യരും അപരിചിതരുമല്ല. നിങ്ങൾ ഇനി അങ്ങനെ കാണരുത്. എന്നെ നിങ്ങൾ കൂടെ ഒരാളായിട്ട് കണ്ടിട്ട് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നതിനെ സംബന്ധിച്ച് വിശദീകരണം വേണമെങ്കിൽ ചോദിക്കണം. അതാ ഞാൻ പറയുന്നത്. ഡോണ്ട് ഫീൽ ദാറ്റ് മീൻസ് ഐ ആം സമൺ ഹു കനോട്ട് ബി മീൻസ് വാട്ട് ക്വസ്റ്റ്യൻഡ്. നോ, ഐ ആം ഓപ്പൺ ഫോർ ക്വസ്റ്റ്യനിങ്. ഞാൻ വിശദീകരണം ആവശ്യമുള്ളത് ഞാൻ വിശദീകരണം പറയാൻ എനിക്ക് കടപ്പാടുണ്ട്. ഞാൻ ഏതെങ്കിലും ഭാഗത്ത് എന്നെ തിരുത്താൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ തിരുത്തിക്കോണം, ഒരു കുഴപ്പമില്ല. ദാറ്റ്സ് ദ വേ ഹൗ ഐ ക്യാൻ ഇംപ്രൂവ്. അല്ലേ? ആട്ടെ, കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. 2 കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, യെസ്റ്റർഡേ വെൻ ഐ വാസ് ഇന്നലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഈ സെൻട്രൽ സ്കൂളിൽ ആണെങ്കിൽ പോലും ബിരുദ പരീക്ഷയ്ക്ക് ടോപ്പറാകുക എന്നുള്ള ആ ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിൽ കൊണ്ടുവരികയും അങ്ങനെ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്താൽ അവരിലെ ആ പാപ പ്രകൃതത്തെ നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി വിടുക, ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. അതുണ്ടാകരുത്. അപ്പം ന്യായമായിട്ട് ചോദിക്കുമ്പോൾ പരീക്ഷ വേണ്ടേ? ഏതായാലും പരീക്ഷയ്ക്ക് വന്നാൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടുമല്ലോ. അല്ലെ പിന്നെ താലന്ത് പരിശോധന ഉണ്ടല്ലോ. താലന്ത് പരിശോധന വരുമ്പം ഏതായാലും അവിടെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഇല്ലാതിരിക്കാൻ ഒക്കുകയില്ലല്ലോ. അപ്പൊ അത് ഒരു ഇവാലുവേഷൻ വരുമ്പോഴത്തേന് അതിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതൊന്നും വേണ്ടേ എന്നിങ്ങനെ ന്യായമായ ഒരു ചോദ്യമാണ്. എൻ്റെ പൊന്നു സൗരങ്ങളെ, ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളിൽ ഒരു ടീം സ്പിരിറ്റ് നമ്മൾ ഇംബൈബ് ചെയ്യിക്കണം. നമ്മൾ ഒരു ടീം സ്പിരിറ്റ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു ടീം സ്പിരിറ്റ്. ഇപ്പം ഒരു കളിക്കാര് ഒരു ടീം കളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്രിക്കറ്റ് ടീം തന്നെ, ആ ടീമാണ് വിൻ ചെയ്യുന്നത്. ആ ടീം വിൻ ചെയ്യുമ്പോൾ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞ ഒരാൾ അതിനകത്തുണ്ടാവും. മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞ ഒരാൾ അതിനകത്തുണ്ടായാൽ ആ ടീം അംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം അഭിമാനിക്കുകയും സന്തോഷിക്കുകയുമാണ്. The team shares the joy of the person who is a distinguished person. അല്ലെ? ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളിനെ, ആ ആളിൽ മറ്റുള്ളവരെ സന്തോഷിക്കുക. ഇതാണ് ഒരു ടീം സ്പിരിറ്റ് വേണം നമുക്ക്. ആ ടീം സ്പിരിറ്റ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ വളർത്തണം. മക്കളെ, ഒന്നാമനാകുന്നതല്ല പ്രധാനം. മോൻ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ, യു കുഡ് ബി എ പാർട്ട് ഓഫ് ദറ്റ് പ്രോഗ്രാം. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ റിവാർഡ്. ആ ഒരാശയം, അവൻ്റെ ഒരു ടീം സ്പിരിറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആർക്കാണ് ഏറ്റവും ഉയർന്ന സ്ഥാനം ലഭിക്കുന്നതെങ്കിലും അതിൽ സന്തോഷിക്കത്തക്ക ഒരു മാനസികാവസ്ഥയിൽ ടീം സ്പിരിറ്റ് എന്നത്, അതാ ഞാൻ പറഞ്ഞത്. ആ ടീം സ്പിരിറ്റ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവര് ഇപ്പൊ തോറ്റുപോയി അല്ലെങ്കിൽ ലാസ്റ്റിലായി പോയി എന്ന് വിചാരിച്ച് അവർക്ക് അപകർഷതാബോധം ഉണ്ടാവില്ല. തിരിച്ചും ടോപ്പറായി എന്നുള്ളത് കൊണ്ട് ഭയങ്കര ഉത്കൃഷ്ടതാബോധം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്
സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടാകും. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകാൻ പാടില്ല. ഐ ആം സമൺ ഗ്രേറ്റ്, ഐ ആം ബെറ്റർ ദാൻ ഓൾ ദി അതേഴ്സ്. ആ ഒരു ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടായാൽ അത് വളരെ അപകടമാണ്, അവരുടെ ആത്മീയത്തിന് അപകടമായിരിക്കും. ഏറ്റവും ഫസ്റ്റായിട്ട് വന്നു ട്രോഫി മേടിക്കുമ്പോൾ അവനെ എല്ലാവരും കൂടെ കൺഗ്രാജുലേഷൻസ് മോനെ എന്ന് പറഞ്ഞാലും ബട്ട് താങ്ക് ഗോഡ് യു ഗോട്ട് ഇറ്റ്, താങ്ക് ഗോഡ് യു അങ്ങനെ പറയണം. താങ്ക് ഗോഡ് യു ഗോട്ട് ഇറ്റ്. ദൈവത്തെ സ്തുതിക്ക് മോൻ അത് ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഒത്തിരി എന്നിട്ട് മാതാപിതാക്കന്മാര് ആ കുഞ്ഞിനെ പറഞ്ഞു, മോന്റെ കഴിവല്ലടാ, യേശുപ്പച്ചൻ മോനെ സഹായിച്ചതാ കേട്ടോ. തന്നെയല്ല അന്നേരം ഇന്നലെ മോനൊരു ചെറിയ കോൾഡ് വന്നാൽ പോരായിരുന്നോ? യു കുഡ് നോട്ട്, മോനെ അത്ര നല്ലതായിട്ട് പാടാനൊക്കത്തില്ലല്ലോ, ദൈവം സൂക്ഷിച്ചില്ലയോ? വേറെ ഒരു കുഞ്ഞിന് പെട്ടെന്ന് ഒരു കോൾഡ് വന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിന് പെട്ടെന്നൊരു അതിന്റെ തൊണ്ടയടറിപ്പോയി, അതുകൊണ്ടല്ലേ പാടാൻ കഴിയാതെ. സോ ബി കൈൻഡ് ടു ഹിം, അപ്രീഷിയേറ്റ് ഹിം. അതാണ് ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയാൽ മതി. ടീം സ്പിരിറ്റ് തന്നെയല്ല, നേട്ടമുണ്ടാകുമ്പോൾ അതിന്റെ മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കൊടുക്കാൻ ചെറുപ്പം മുതൽ പഠിപ്പിച്ചാൽ നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകാം, നല്ല ഹെൽത്തി റിസൾട്ട്, വളരെ ഹെൽത്തി റിലേഷൻഷിപ്പിന് കാരണമാകും. സ്തോത്രം. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. കാര്യത്തിൽ ഫസ്റ്റ് കിട്ടുന്ന ആളിനെ എല്ലാവരും അഭിനന്ദിക്കുമ്പോഴും അഭിനന്ദിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, യു കുഡ് ഡു ദാറ്റ്. ദൈവത്തിന് മഹത്വം കൊടുക്ക്, മോനത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന് അങ്ങനെ ഒരു മനോഭാവം അവനുണ്ടാക്കിയാൽ അവന് ദൈവത്തോട് നന്ദിയും മറ്റുള്ളവരോട് ടീം സ്പിരിറ്റും അവനുണ്ടാകാൻ കഴിയും. സ്തോത്രം. ഇനി പറഞ്ഞല്ലോ, മാൻ ഓഫ് ദ മാച്ച് ആയ ആളിനെ കുറിച്ച് ടീം അംഗങ്ങളെല്ലാം അഭിമാനിക്കുക. ഇതുപോലെ സ്തോത്രം. ട്രോഫി കിട്ടാഞ്ഞ കുഞ്ഞുങ്ങൾ ട്രോഫി കിട്ടിയവനെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സ്വന്തം സഹോദരൻ, വീട്ടിലെ ഒരാൾ, വീട്ടിൽ 5 മക്കൾ കമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ജയിച്ചാൽ 4 പേരും അവൻ സന്തോഷിക്കല്ലേ? അതുപോലെ ആ ടീം റിലേഷൻഷിപ്പും അവരുടെ ആത്മീയ ജീവിതത്തിന് ദോഷകരമല്ലാത്ത നിലയിൽ മുമ്പോട്ട് പോകാനും കഴിയും. സ്തോത്രം. പിന്നെ ഒരു കാര്യം എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞു യങ്ങർ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ട ഏറിയ. അത് നമ്മൾ എന്നതാ വിചാരിക്കുന്നത്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു 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 മിനിസ്ട്രിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ കോംപ്ലക്സ് ആണ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു 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 കോംപ്ലിക്കേറ്റഡ് സർജറി ചെയ്യുന്ന ഒരു സർജൻ നിങ്ങൾ ഓർത്ത് വയ്ക്കേ, ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുക. ഈ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ആ സർജൻ ഒരാളിന്റെ ജീവൻ അയാള് ഇട്ട് പന്താടുവല്ലേ. ഒരാളിന്റെ ജീവൻ, അയാളുടെ പ്രവർത്തനങ്ങൾ, ഈ ഡോക്ടറുടെ ഓരോ ചെറിയതും വലുതുമായ ഓരോ നീക്കവും, ഓരോ ചെറിയ ആ കത്തി ഒരു 1/2 ഇഞ്ച് കൂടുതൽ പോയാൽ, അല്ലെ 1 മില്ലിമീറ്റർ കൂടുതൽ പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഒരു ജീവനാണ് അവന്റെ കയ്യിൽ. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഒരു സൺഡേ സ്കൂൾ ടീച്ചറുടെ കയ്യിൽ ഒരു ഫിസിക്കൽ ലൈഫ് അല്ല. സ്തോത്രം. ഒരാത്മാവാണ്. നിത്യതയ്ക്കായി നിയമിക്കപ്പെട്ട ഒരാത്മാവിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. യു ആർ ഹാൻഡിലിംഗ് the spirit destined for eternity. നിത്യതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ഒരാത്മാവിനെ, ശരീരമല്ല, ഒരാത്മാവിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുക. എത്ര ഗൗരവത്തോടുകൂടെ വേണം നിങ്ങൾ ചെയ്യാനെന്നറിയാമോ? എത്ര ശ്രദ്ധയോടുകൂടെ വേണം നിങ്ങൾ ചെയ്യാനെന്നറിയാമോ? സ്തോത്രം. അതാണ് യങ്ങർ ക്ലാസ്സിൽ വരുമ്പോൾ ആ മദേഴ്സ് കെയർ, ആ അമ്മയുടെ കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ വേണം. അതിന് ലേഡി ടീച്ചേഴ്സ് ആണ് ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ കുറച്ചും കൂടെ ഉയർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇച്ചിരി ഓസ്റ്റെരിറ്റി എന്ന് പറയും, ഇച്ചിരി കൂടി ഒരു ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുന്ന ഒരു, അതിന് പലപ്പോഴും മീൻസ് മെയിൽ ടീച്ചേഴ്സ് ആണ് കൂടുതൽ പിന്നെ പ്രയോജനപ്പെടുന്നതെന്നാണ് പൊതുവായുള്ള തത്വം. പക്ഷേ അത് ഒരു എല്ലാരെയും ബൈൻഡ് ചെയ്യുന്ന ഒരു റൂൾ അല്ല. നോക്കണേ, സ്തോത്രം. ഏത് കൊച്ചു കുഞ്ഞിനെയും അമ്മയുടെ വാത്സല്യത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു 50 വയസ്സുകാരനുണ്ടാകും.
കാര്യം അവന് അതിനുള്ള പക്വതയുണ്ട്, അതിനുള്ള ഉൾക്കാഴ്ച ഉണ്ടായിരിക്കും. തിരിച്ചും നോക്കണേ, സ്തോത്രം, ഒരു 10ാം ക്ലാസ്സുകാരനെ അതിൻ്റെ ആ ഗൗരവത്തോടും ഒരു പിതൃതുല്യമായുള്ള മീൻസ് എന്താ കരുതലോടും കൂടി കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ലേഡി ടീച്ചർ ഉണ്ടാകാം. അത് പക്ഷെ ഞാൻ ജനറൽ റൂളാണ് ഞാൻ പറഞ്ഞത്, സ്തോത്രം. അതുകൊണ്ട് ആരാണെന്ന് പറഞ്ഞാലും എവിടെയാണെന്ന് പറഞ്ഞാലും ഞാൻ ആദ്യം പറഞ്ഞത് ഹാൻഡിൽ ചെയ്യുന്നത് നിത്യതയ്ക്ക് നിയമിക്കപ്പെട്ട ഒരു സ്പിരിറ്റിനെയാണെന്നുള്ള ഒരു ബോധം. എൻ്റെ നമ്മൾ എത്ര കരുതലോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടത്, സ്തോത്രം. സൺഡേ സ്കൂൾ ശുശ്രൂഷ ഗൗരവമുള്ളൊരു ശുശ്രൂഷയാണ്, വളരെ ഗൗരവമുള്ള ശുശ്രൂഷയാണ്. അത് നമ്മൾ മറക്കരുത്, സ്തോത്രം. ഇങ്ങനെ ഈ 2 കാര്യങ്ങളിൽ വിശദീകരണമായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു, സ്തോത്രം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സ്തോത്രം. അതെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സമയം പോകുന്നതുകൊണ്ട് ഇന്നത്തേതിലേക്ക് ഞാൻ കടക്കട്ടെ. ടീച്ചിങ് മെത്തേഡ്. എൻ്റെ മുന്നേ സഹോദരങ്ങളെ, സ്തോത്രം, ഈ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിനാണ്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇന്നത്തെ ലോകം പരിഗണിക്കുന്നു. പല യൂണിവേഴ്സിറ്റികളിലും പെഡഗോഗിക്കൽ സയൻസ്, സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസ് എന്ന് പറഞ്ഞ് ഇപ്പം മഹാത്മാ യൂണിവേഴ്സിറ്റിയിലുണ്ട് സ്കൂൾ ഓഫ് ഈ പെഡഗോഗ് എന്ന് പറഞ്ഞാൽ നോബിലിറ്റി, എ ഗ്രേറ്റ് ടീച്ചർ എന്ന വാക്കിനർത്ഥം പെഡഗോഗ്. സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസ്, ആ ടീച്ചിങ്ങിനെ ഒരു സയൻസ് ആയിട്ട് കണ്ട്, അറിയാമല്ലോ നമുക്ക് B.Ed ഉണ്ട്, M.Ed ഉണ്ട്, പിന്നെ ഇങ്ങനെ ടീച്ചിങ് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. ഇതെല്ലാം പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഒരുക്കുന്നതിനേക്കാൾ ഒട്ടും കുറയാത്ത ഗൗരവത്തോടുകൂടിയാണ് ഒരു അധ്യാപികയെ പഠനത്തിൽ ഒരുക്കേണ്ടത്. അപ്പോൾ ടീച്ചിങ് മെത്തേഡ്സ് ഒത്തിരി പ്രൊപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ 1-2 കാര്യങ്ങൾ മുഖവുരിയല്ല പ്രധാനമാണ്, സ്തോത്രം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചാട്ടെ, സ്തോത്രം. ഈ ഒരു ടീച്ചിങ് മെത്തേഡ്, വിവിധങ്ങളായ ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വിവിധങ്ങളായ ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പറയാം, സ്തോത്രം. അത് പറഞ്ഞപ്പോൾ എന്തൊക്കെ വിവിധങ്ങളായ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് ഉപദേശിച്ച് പറയാം. ഒന്ന്, നമുക്കറിയാം ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പലതുള്ളതിന്റെ ജസ്റ്റ് ഒരു ലിസ്റ്റ് പെട്ടെന്നൊന്ന് പറയുക. പണ്ട് കാലത്തായിരുന്നു ഒരു ഗുരുവിന്റെ കൂടെ താമസിച്ച് ഗുരു ആവശ്യപ്പെടുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്ത് ഗുരുവിന്റെ കൂടെ പാർത്ത് പഠിക്കുന്ന രീതി, ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം. ഇനി രണ്ടാമതൊന്ന്, സ്തോത്രം, സഹകാരി വിദ്യാഭ്യാസ രീതി. ഒരു സഹകാരിയായി, സഹചാരി വിദ്യാഭ്യാസ രീതി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതാണ് അനുവർത്തിച്ചത്. കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുക. എല്ലാ ജീവിതാനുഭവങ്ങളും ഗുരുവിന്റെ കൂടെ പങ്കിട്ട്, എന്നാൽ അതേസമയത്ത് ഓൾ ദ വൈൽ ദ ടീച്ചർ ഈസ് ടീച്ചിങ്. ആ സമയം മുഴുവൻ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ടീച്ചർ ചെയ്യുന്നത് മുഴുവൻ ഈ വ്യക്തി കണ്ടുകൂടെ. അതാണ് സഹചാരി വിദ്യാഭ്യാസ സമ്പ്രദായം. സ്തോത്രം, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, സ്തോത്രം. പിന്നെ അതുപോലെ തന്നെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ, അത് ഇന്നും ഉണ്ട്. ഏകാധ്യാപക വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉൾപ്രദേശങ്ങളിൽ ഒരു ടീച്ചറാണ്, ഒറ്റ ടീച്ചർ. ഏകാധ്യാപക വിദ്യാലയങ്ങൾ അതുണ്ട്. പിന്നെ ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ, ഇങ്ങനെ പല വിദ്യാഭ്യാസ രീതിയിലുണ്ട്. ഇനി അത് കഴിഞ്ഞപ്പോൾ പുതിയതായിട്ട് ഇനി മോഡേൺ ഇതിലേക്ക് വന്നാൽ ഒരു ക്ലാസ് റൂം ടീച്ചിങ് ഉണ്ട്. ക്ലാസ് റൂം ട്യൂഷൻ എന്ന് പറയും. ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ട്യൂഷൻ കൊടുക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക. അത് ടീച്ചർ ഓറിയന്റഡ് ഓർ ടീച്ചർ സെന്റേഡ് ആണ്. അധ്യാപകന് വളരെ പ്രാധാന്യമുണ്ട്. ടീച്ചർ സെന്റേഡ് ടീച്ചിങ് അത് ക്ലാസ് റൂം ട്യൂഷൻ. ഈ ക്ലാസ് റൂം ട്യൂഷന് അതിൻ്റെ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെ പരിമിതികളും ഉണ്ട്. നേരം കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പിന്നെ പറയാം. പിന്നെ അപ്പം ക്ലാസ് റൂം ടീച്ചിങ്. ഇനി അടുത്ത ഒന്ന്, ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് പഠിപ്പിക്കുന്ന രീതിയുണ്ട്. ഈ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് പഠിപ്പിക്കുന്ന രീതി, സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൺഡേ സ്കൂളിൽ അതാണ് നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ചെറിയ സംഘങ്ങളായി തിരിച്ച് അധ്യാപകൻ പഠിപ്പിക്കുന്ന രീതി. ഇതിൽ കുട്ടികൾ പരസ്പരം ചർച്ച ചെയ്യാനും അതിനവരെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ അതുകൊണ്ട് ഈ ചെറിയ കൂട്ടങ്ങളായതുകൊണ്ട് അധ്യാപകൻ ഓരോരുത്തരെയും ശ്രദ്ധിക്കാനായിട്ട് കഴിയും.
അവിടെയും ഈ ട്യൂഷൻ, ക്ലാസ് റൂം ട്യൂഷൻ പോലെ തന്നെ ട്യൂഷൻ കൊടുക്കുകയും അതേസമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ പാർട്ടിസിപ്പേഷൻ, എങ്കിലും അത് ടീച്ചർ സെന്റേഡ് ആണ്. മീൻസ് ക്ലാസ് റൂം ട്യൂഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഇച്ചിരി താഴ്ത്തു മാറിയാൽ ടീച്ചർ സെന്റേഡ് ആണത്. ഇനി മൂന്നാമതായിട്ട് അധ്യാപകർ ഒരു ചെറിയ മുഖവുര അങ്ങോട്ട് പറഞ്ഞേച്ച് കുട്ടികൾ തന്നെ പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന രീതി. അതിന് ഈ കാലഘട്ടത്തിൽ അതിന് ഒത്തിരി സൗകര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഓൺലൈൻ റിസോഴ്സസ് ഉണ്ട്. നമുക്ക് ഇപ്പം ഒത്തിരി നെറ്റ് നോക്കി പഠിക്കുക, പിന്നെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് പഠിക്കുക, മോട്ടിവേറ്റിംഗ് ദ സ്റ്റുഡൻറ് ടു ലേൺ. അധ്യാപകൻ ഒരു ചെറിയൊരു മുഖവുര മാത്രമേ കൊടുക്കുകയുള്ളൂ. അതിൽ ടീച്ചറുടെ റോള് ശരിക്കും മാറും. ടീച്ചറുടെ റോള് മാറുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് റോളായിരുന്നു അതുവരെ. പറഞ്ഞു കൊടുത്ത് അതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിൽ നിന്ന് മാറിയിട്ട് ഒരു കൺസൾട്ടേറ്റീവ് റോളാകും. ഒരു ഡയറക്ടർ എന്ന റോളിൽ നിന്ന് ഒരു കൺസൾട്ടന്റ് എന്ന റോളിലേക്ക് വരും. കുട്ടികൾ ചോദിക്കുന്നതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അത് വേറൊരു ടീച്ചിങ് മെത്തേഡാണ്. ഇനി പിന്നെ ഒരു മെത്തേഡുണ്ട്, അത് ഒരു ദൗത്യം നിർദ്ദേശിക്കുക. ഞാൻ കൂടുതൽ വിശകലനത്തിലേക്ക് വരാം. ഇപ്പൊ എന്തൊരു ക്ലാസ്സിൽ ഇങ്ങോട്ട് വന്നേച്ച് നമുക്ക് ഇന്ന ഒരു കാര്യം ചെയ്യണം, അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരാളിനോട് ഒരു മുസ്ലിമിനോട് സുവിശേഷം പറയണം. നമ്മൾ അതിനുവേണ്ടി നീ ഒരു നോട്ട് ഉണ്ടാക്കുക, നീ എങ്ങനെ പറയുമെന്നുള്ളത് പ്രിപ്പയർ ചെയ്യുക. അത് മനസ്സിലായില്ല? അല്ല, പിന്നെ നമ്മുടെ ചർച്ചിൽ ഒരാൾ രോഗിയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ആളിനെ നമ്മൾ കാണാൻ പോകുമ്പോൾ ആ ആളിനോട് എന്നാ പറയും, എങ്ങനെ എന്ത് ചെയ്യും, എങ്ങനെ പ്രാർത്ഥിക്കും, അങ്ങനെ അത് ഒരു ദൗത്യം, ഒരു മിഷൻ, അവരെ ഒരു പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു പ്രോജക്റ്റ് സെന്റേഡ് ആയിട്ട്, ഒരു പ്രോജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ്. അതും ടീച്ചർ അവനെ ഗൈഡ് ചെയ്യും, പഠിക്കും. പിന്നെ നമുക്കറിയാമല്ലോ, ഈ മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയത്തില്ലേ, മോണ്ടിസോറി ഒത്തിരി ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്. പിന്നെ അധ്യാപകൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ജിയോമെട്രി പഠിപ്പിക്കുകയാണെങ്കിൽ അധ്യാപകർ ഒരു വലിയ ട്രേക്കകത്ത് പല ഷേപ്പുകൾ ഉണ്ടാക്കി, ട്രയാങ്കിള്, സ്ക്വയറ്, റെക്ടാങ്കിള്, സർക്കിള് എല്ലാം കൊണ്ടുവന്നിട്ട് ഇത് ഓരോന്നും കുട്ടികൾ എടുത്ത് കണ്ട് പഠിച്ച് അവർ തന്നെ സെലക്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ എല്ലാം ഷഫിൾ ചെയ്ത് വെച്ച് ഇന്നത് എടുക്കാൻ പറയുമ്പോൾ അത് കുട്ടികൾ എടുക്കുക. ഇത് പ്രീ സ്കൂൾ ആൻഡ് ഏർലി എലമെന്ററി സ്കൂളുകളിലാണ് ഇത് കൂടുതൽ. പക്ഷെ ഇത് ഏത് ലെവൽ വരെ വേണേലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോന്നും തിരിച്ചറിയാനുള്ള കഴിവ് ഈ കുഞ്ഞുങ്ങളിൽ വർദ്ധിപ്പിക്കാൻ അത് സഹായകരമാകും. അതാണ് ഈ അറിയാമല്ലോ മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയുന്നത്. സ്തോത്രം. പിന്നെ അതുപോലെ തന്നെ ഈ അന്വേഷണാത്മകമായ ഒരു വിദ്യാഭ്യാസ രീതിയുണ്ട്. കുട്ടികൾ ചോദ്യം ചോദിക്കാൻ അവരെ പ്രേരിപ്പിക്കുക, ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ചിലപ്പോൾ അവര് മൗനമായിരിക്കാതെ നമ്മൾ അങ്ങോട്ട് ചില ചോദ്യം അങ്ങോട്ട് ചോദിക്കണം. അപ്പൊ അവർ ചോദിക്കാനായിട്ട് ഉത്സാഹമാകും. മോട്ടിവേറ്റ് ചെയ്യുക അവരെ. ഫോർ എക്സാമ്പിൾ, യേശു ക്രിസ്തുവാണ് ഏകരക്ഷകനെന്ന് നമുക്ക് എങ്ങനെ പറയാൻ ഒക്കുന്നത്? ഈ നല്ല മനുഷ്യരെ സ്നേഹവാനാ ദൈവം നരകത്തിൽ വിടുവോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെ അത് വേറൊരു രീതിയാണ്. പിന്നെ നമുക്ക് വ്യക്തിപരമായി പേഴ്സണലൈസ്ഡ് ടീച്ചിങ് ഉണ്ട്. ഇങ്ങനെ വിവിധ വിദ്യാഭ്യാസ രീതികൾ. ഇതിൽ ഏത് വിദ്യാഭ്യാസ രീതിയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഫലകരം എന്ന് അതൊരു ചർച്ചാ വിഷയമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് എക്സ്ക്ലൂസീവായിട്ട് എടുക്കുന്നതല്ല, പല മെത്തേഡ്സ് കമ്പൈൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഫലകരമായ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടീച്ചിങ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്നത്, ഇനി ഒരു ടീച്ചിങ് രീതി തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ ശ്രദ്ധിക്കണേ, ഒരു ലക്ഷ്യമുണ്ട്. അതായത് ഈ പഠിച്ചിറങ്ങുന്നവൻ എങ്ങനെയായിരിക്കണമെന്നുള്ള ലക്ഷ്യം വിദ്യാഭ്യാസ രീതി തിരഞ്ഞെടുക്കുന്നതിന്റെ അടിസ്ഥാനമാണ്. ഞാൻ ഈ പഠിച്ചിറങ്ങുന്നവൻ അവൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ടീച്ചറിന് ഒരു വിഷ്വലൈസിങ് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം.
നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്. അതൊരു സർക്കാരിന്റെ ഒരു ഭരണപരമായ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇവരൊക്കെ ഓരോ പോളിസീസ് ഉണ്ടാക്കുമ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ആദ്യം അവരൊരു ലക്ഷ്യം വെച്ചിട്ട് ആ ലക്ഷ്യത്തിനനുസരിച്ചാണ് കരിക്കുലവും അതേസമയം ടീച്ചിങ് മെത്തേഡും തീരുമാനിക്കുന്നത്. ഞാൻ ഇച്ചിരി കൂടി ഇതൊന്ന് മനസ്സിലാക്കി തരാം. നമുക്ക് പണ്ട് ഇന്ത്യ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നല്ലോ. ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വലിയ വലിയ വിജ്ഞാനികൾ ഉണ്ടാകണം എന്ന ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരെല്ലാം ഭയങ്കര സ്കോളേഴ്സും വലിയ വലിയ ആളുകൾ, വലിയ വിജ്ഞാനികളാകണമെന്നുള്ള വലിയ ആളുകളാകണമെന്നൊരു ലക്ഷ്യം അവർക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മക്കൗളെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവർ ഇന്ത്യയിൽ നടപ്പാക്കിയത്. എന്താ ഈ മക്കൗളെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? മക്കൗളെ പ്രഭു എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരൻ, വലിയ നല്ല വിദ്യാഭ്യാസ വിചക്ഷണനാണെന്ന് പറഞ്ഞൊരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യയിലെ സാഹചര്യങ്ങളെല്ലാം പഠിക്കാനും അങ്ങനെയൊക്കെ എന്നിട്ട് ഇന്ത്യയിൽ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ച് നടന്ന് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം ഇന്ത്യയിലെ വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഒരു നിർദ്ദേശം വെച്ചു. അതാണ് അദ്ദേഹം നിർദ്ദേശിച്ച വിദ്യാഭ്യാസ രീതിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയത്. എന്തൊക്കെ വേണം? ഈ മഹാത്മാഗാന്ധി വന്നപ്പോഴും ഏതാണ്ട് അതേ തന്നെ ആ ലക്ഷ്യമായിരുന്നു ഗാന്ധിയും പ്രപ്പോസ് ചെയ്തത്. അത് ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ത്രീ ആഴ്സ് എന്ന് പറയായിരുന്നു. 3 ആറുകൾ. ഇംഗ്ലീഷ് അക്ഷരം 6. ആറുകൾ എന്ന് പറഞ്ഞാൽ നമ്പർ 6 അല്ല, ഇംഗ്ലീഷ് ലെറ്റർ 6 ആണ്. ദ 3 ആഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്താ ഈ 3 ആഴ്സ് എന്ന് പറഞ്ഞാൽ? റീഡിങ്, റൈറ്റിംഗ്, റീത്മെറ്റിക്സ്. ഇത് 3മാണ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ഗാന്ധി പറഞ്ഞത്. റീഡിങ് എന്ന് പറഞ്ഞാൽ ഭാഷ പഠിക്കണം. പിന്നെ റൈറ്റിംഗ്, പിന്നെ എഴുതാൻ പഠിക്കണം. റീഡിങ്, റൈറ്റിംഗ് ആൻഡ് റീത്മെറ്റിക്സ്. റീത്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക്സ്. ശരിക്കും പറയുമ്പോൾ റീത്മെറ്റിക്സ് എന്നേ പറയത്തുള്ളൂ, പറയാറില്ല. റീത്മെറ്റിക്സ്, അതാണ് 3 ആഴ്സ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ W പറയാറില്ലല്ലോ. അതുപോലെ തന്നെ ദ 3 ആഴ്സ്: റീഡിങ്, റൈറ്റിംഗ്, റീത്മെറ്റിക്സ്. ഇത് പഠിച്ച ഒരാളായിരിക്കണം. അതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം. നോക്കണേ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വലിയ വിജ്ഞാനികൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കാഞ്ഞത് കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അവർ വളരെ ചെറിയ നിലയിലുള്ളതാക്കി കളഞ്ഞു. എന്നാൽ അതേ സമയത്ത് ഇന്ത്യയിൽ നല്ല സമർത്ഥന്മാരും ധനാഠ്യരും ഉണ്ടാകുന്നതുകൊണ്ട് ഇന്ത്യയിൽ മിടുക്കന്മാരും മഹാന്മാരുമായവരെല്ലാം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചവരായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ തന്നെ പഠിച്ചിരുന്നാൽ അവർക്ക് അത്രയും പ്രാവീണ്യം നേടാൻ ഒക്കൂല. അവരെല്ലാം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച, ഇപ്പം ഫോർ എക്സാമ്പിൾ നെഹ്റു ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചാണ്. ഹാറോ സ്കൂളില്, പിന്നെ അതുപോലെ തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയില്. ഇങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചെങ്കിലേ അവർ വലിയ വിജ്ഞാനികളാകുമായിരുന്നുള്ളൂ. ഗാന്ധി ഇംഗ്ലണ്ടിൽ പോയി ലോ പഠിച്ച ആളാണ്, ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു. നോക്കണേ, അങ്ങനെ അന്ന് വലിയ മിടുക്കന്മാരായവരെല്ലാം ഇന്ത്യക്ക് പുറത്തു പോയി പഠിച്ചവർ. കാര്യം ഇന്ത്യയിൽ അങ്ങനെയുള്ള വലിയ വിജ്ഞാനികളെ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ ആയിരുന്നില്ല വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ആവിഷ്കരിച്ചത്. എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങള്. ഇനി ഒന്നും കൂടി വ്യക്തമാക്കിയാൽ, ചരിത്രം പഠിച്ചാൽ, ഇന്ത്യയിലെ പ്രാചീന ലോകത്തിലെ വിദ്യാഭ്യാസം, പ്രാചീന ലോകത്തിൽ അധകൃതരായ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയില്ലായിരുന്നു. അധകൃതരായ ആളുകൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഈ ഒരു ശൂദ്രൻ വേദം കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നായിരുന്നു ഇവിടുത്തെ പറച്ചില്. ഇവിടെ പറഞ്ഞിരുന്നത് വൈശ്യൻ, ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും താണ ജാതിക്കാരൻ.
ഈ ശൂദ്രൻ വേദം കേട്ടാൽ, അവൻ ഏത് ചെവിയിലോട്ട് വേദം കേട്ടോ ആ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുക. എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലും. ഈയം എന്ന് പറഞ്ഞ വിഷം ഉണ്ടാക്കുന്നതല്ലേ, വിഷമാ. അത് ഉരുക്കി ചെവിയിൽ ഒഴിച്ചാലോ ദിവസങ്ങൾക്കകം ഇൻഫെക്ഷൻ ആയിട്ട് അവൻ ചത്തു. അതാ കാര്യം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മേലേക്കെടിലുള്ളവരുടെ കുത്തകയാക്കി വെച്ചെടുക്കും. താഴോട്ടുള്ളവർ വിദ്യാഭ്യാസം പാടില്ല. അതായിരുന്നു എന്റെ പൊന്നു സഹോദരങ്ങളെ. ഈ വടക്കേന്ത്യയിൽ ഈ കന്യാസ്ത്രീകളെ ആക്രമിക്കുകയും സ്കൂളുകൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? അവര് സാധുക്കളായ ആളുകളെ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ബോധവാന്മാരാക്കുന്നു. അവരെ ബോധവാന്മാരാക്കുമ്പോൾ അവരനുഭവിക്കുന്ന ചൂഷണത്തെ കുറിച്ച് അവർ തിരിച്ചറിയുന്നു. അവർ തിരിച്ചറിഞ്ഞിട്ട് അവർ തിരിച്ചടിക്കാൻ തുടങ്ങുന്നു. തിരിച്ചടിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവിടെ മീൻസ് വിദ്യാഭ്യാസം കൊടുക്കാൻ താഴെക്കിടയിലുള്ള ആൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ മുതിരുന്ന കന്യാസ്ത്രീകളെയും മറ്റും ഉപദ്രവിച്ചിരുന്നത്. അതിന് ബദലായിട്ടാണ് അവരിവിടെ, നമുക്കറിയാമല്ലോ, അവരുടെ അമൃത വിദ്യാലയങ്ങൾ അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞ് ഈ കേരളത്തിൽ വന്നപ്പോൾ കമ്പീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മറ്റു സ്കൂളുകളുമായിട്ട് നിൽക്കുന്നു. പക്ഷേ മീൻസ് നോർത്തിലൊക്കെ പോകുമ്പോൾ തീരെ കുറഞ്ഞ ഒരു നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ. ലക്ഷ്യം എന്താ? അതായത് മീൻസ് ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഈ 10ാം ക്ലാസ്സിൽ 6 വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്. ഇപ്പൊ അതിൽ കൂടുതലെന്ന് തോന്നുന്നു. ഈ 6 വിഷയങ്ങളിൽ 5 വിഷയം പാസ്സായി, 6ാമത്തെ ഒരു വിഷയം മാത്രം അവൻ കമ്പാർട്ട്മെന്റലായിട്ട് എഴുതിയെടുത്താൽ അവന്റെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു സീലടിക്കും എന്ന് പറഞ്ഞാൽ എലിജിബിൾ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടിക്കും. എന്നാൽ ഒറ്റയടിക്ക് നല്ല നിലയിൽ പാസ്സായി ഇറങ്ങിയാൽ ആ പാസ്സായി ഇറങ്ങിയവരുടെ സർട്ടിഫിക്കറ്റിൽ അടിക്കും എലിജിബിൾ ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്ന്. അവന് കോളേജിൽ പോകാനും വിദ്യാഭ്യാസം ചെയ്യാനും ഏത് ഉയർന്ന നിലയിലേക്ക് പോകാനും അവന് മീൻസ് അനുവാദമുണ്ട്. അവന് എലിജിബിൾ ആണ്. പക്ഷെ മറ്റൊരു 10ാം ക്ലാസ്സിൽ ഒരു വിഷയം തോറ്റ അവന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പോക്കണം. അവന് ITIയിലോ അവന് പിന്നെ എന്തെങ്കിലും തൊഴിൽ പഠിക്കാൻ പോകണം. കാരണം തൊഴിൽ ചെയ്യാൻ ഇവിടെ ആള് വേണമെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ പഠിച്ചിറങ്ങുന്നവൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ രീതി രൂപപ്പെടുത്തിയിരുന്നത്. അതിനനുസരിച്ചാണ് സിലബസ് ഉണ്ടാക്കിയത്. അതിനനുസരിച്ച് അതാണ് മാറ്ററും മാനറും ഉണ്ട്. ശ്രദ്ധിക്കണേ. അവിടെ നമ്മളും ഈ വിദ്യാഭ്യാസ രീതി മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാറ്ററും മാനറും നമ്മൾ പരിഗണിക്കണം. മാറ്ററും മാനറും നമ്മുടെ സൺഡേ സ്കൂളിൽ എന്നോട് പറഞ്ഞിരുന്നു, ഹെഡ് മിസ്റ്റർ സാറിന്റെ സഹോദരി പറഞ്ഞു, ഇവിടെ IPCയുടെ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. ശരി, ആയിക്കോട്ടെ, അത് വലിയ കുഴപ്പമില്ലാത്ത സിലബസ് ആണ്. ഇച്ചിരിയൊക്കെ അബദ്ധങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു നിലവാരമുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ മാറ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനമായി. പക്ഷെ ഇനി അപ്പം അടുത്ത് വരുന്നത് മാനറാണ്, മെത്തേഡാണ്. എങ്ങനെ ഇത് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും, എങ്ങനെ ഇത് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉപയോഗിക്കുന്ന മാറ്ററും മാനറും അത് പഠിച്ചിറങ്ങുന്ന കുട്ടി എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിന്റെ ലക്ഷ്യത്തെ മുൻനിർത്തി ആയിരിക്കണം നമ്മൾ അത് തിരഞ്ഞെടുക്കേണ്ടത്. ഈ മാറ്ററും മാനറും തിരഞ്ഞെടുക്കേണ്ടത്. മാറ്റർ നമ്മൾ തിരഞ്ഞെടുത്തു, പക്ഷെ അത് മാനർ പ്രധാനമാണ്. സഹോദരങ്ങളെ, ഇപ്പൊ നമ്മുടെ ഇടയിൽ വരുമ്പോൾ ഈ പെന്തക്കോസ്റ്റിൽ ഈ പല തരത്തിലുള്ള ഉപദേശപരമായുള്ള ചെറിയ വീഴ്ചകൾ കടന്നു വരാനുള്ള കാര്യം ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വീഴ്ചകൾ കടന്നു വരുന്നുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സെമിനാരികളിൽ, നമ്മുടെ ബൈബിൾ സ്കൂളുകളൊക്കെ മാറി ഇപ്പം സെമിനാരികളിൽ നമ്മൾ സെരാംപോർ അഫിലിയേറ്റഡ് ഡിഗ്രി ഉള്ള ആളിന് ഇച്ചിരി കൂടി ഒരു ഹയർ പൊസിഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഈ സെരാംപോറിന്റെ സിലബസ് പഠിച്ചിറങ്ങുന്ന വ്യക്തി അതേ സമയത്ത് ഒരു പെന്തക്കോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവർ പഠിക്കുന്നതെങ്കിൽ ആ പെന്തക്കോസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ പഠിക്കുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ്, ആ സ്ഥാപനത്തിന്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ചില സബ്ജക്ട്സ് പഠിപ്പിക്കും. അതാണ് അവരെ ശരിക്കും പെന്തക്കോസ്റ്റൽസ് ആയിട്ട് നിലനിർത്തുന്നത്. പഠിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ബാക്കിയുള്ള ഇപ്പം
യാക്കോബക്കാരനും യാക്കോബായിലെ പട്ടക്കാരനാകാനുള്ളവരും മർത്തോമായിലെ പട്ടക്കാരനാകാനുള്ളവരും CSIയിലെ പട്ടക്കാരനാകാനുള്ളവരും നമ്മുടെ സഹോദരന്മാരും എല്ലാം ഒരു കോഴ്സാണ് ഈ സെരാമ്പോറിൽ പഠിക്കുന്നത്. പക്ഷെ അവരെ വ്യത്യസ്തപ്പെടുത്തുന്നത് അവര് പെന്തക്കോസ്റ്റൽ ഫെയ്ത്തിൽ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കാരണം അവര് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സ് അവര് നന്നായിട്ട് പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചാ. എങ്കിൽ പോലും നമ്മുടെ ഇടയിൽ ഇച്ചിരി ഒരു എന്താണ് പറയുന്നത്, പട്ടത്വ സഭകളിലുള്ള ചില ഉപദേശങ്ങളുടെ ചെറിയ സ്വാധീനങ്ങൾ നമ്മളുടെ ഇടയിൽ ഇല്ലാതില്ല. ഞാനീ പറയുമ്പം ചിലപ്പോൾ ചിലർക്ക് എന്നോട് ദേഷ്യം വന്നേക്കും. ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ പറയുന്ന ഒരു വാക്കിന് പോലും ഞാൻ വിശദീകരണം തരുവാൻ കടപ്പെട്ടവനാണ്. ഉദാഹരണം പറഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പറയുന്ന അറിയാമല്ലോ കാൽവിനിസം. ഈ കാൽവിനിസ്റ്റിക് ടീച്ചേഴ്സിനോടാണ് ഞാൻ പറയുന്നുള്ളത് എനിക്കറിയാം. ഈ കാൽവിനിസ്റ്റിക് ചിന്ത, വൺസ് സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ എന്നുള്ള ആ ചിന്ത പല ആളുകളുടെ മനസ്സിൽ, പെന്തക്കോസ്തിലെ തന്നെ പല ആളുകളുടെ മനസ്സിൽ കടന്നു വന്നു. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് അർമേനിയൻ ചിന്തയാണ് നമ്മുടേത്. അർമേനിയനാണ്, കാൽവിനിസ്റ്റിക് അല്ല, അർമേനിയൻ ചിന്തയാണ് നമ്മള്. അതായത് രക്ഷിക്കപ്പെട്ടവൻ തന്നെത്താൻ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവനാണ്. വൺസ് രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ടല്ലോ: നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. അപ്പോൾ വിശുദ്ധീകരണത്തിൽ ഈ രക്ഷിക്കപ്പെട്ടവന് കടമയുണ്ട്, കടപ്പാടുണ്ട്, അവന് ചുമതലകളുണ്ട്, അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മറ്റേത് രക്ഷിക്കപ്പെട്ടവൻ വൺ സേവ്ഡ് ഈസ് സേവ്ഡ് ഫോർ എവർ എന്ന ആശയത്തിലേക്ക് എനിക്ക് വളരെ വിഷമം തോന്നി. നമ്മുടെ ഇടയിലെ പ്രസിദ്ധനായ ഒരു പ്രസംഗകൻ വ്യക്തിപരമായുള്ള സംഭാഷണത്തിൽ തുറന്നു പറഞ്ഞു, ഐ എം എ കാൽവിനിസ്റ്റ് എന്ന് പറഞ്ഞു. എന്റെ പൊന്നു സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, അത്രയും ഒരു എന്താ കാര്യം എന്താണെന്നറിയാമോ? ഈ ചിന്ത ഏതാ? പഠിക്കുമ്പോഴുണ്ടാകുന്ന ആ സ്വാധീനമാണത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ, പഠിച്ചിറങ്ങുമ്പോൾ ഈ കുഞ്ഞ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് വേണം മാറ്ററും മാനറും തീരുമാനിക്കേണ്ടത്. അയ്യോ, എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഈ കുഞ്ഞ് എങ്ങനെ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ കുറിച്ചുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാം, നമ്മൾ എല്ലാവരെയും കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പേരൻസിനുള്ള ലക്ഷ്യമുണ്ട്, സമൂഹത്തിനുള്ള ലക്ഷ്യമുണ്ട്, പിന്നെ നമ്മുടെ സഭയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമുക്കറിയാം നമ്മളെ വിശാല കുടുംബത്തിനൊരു ലക്ഷ്യമുണ്ട്, ഇവിടുത്തെ ഈ രാജ്യത്തിന്, അതാ സമൂഹം ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ലക്ഷ്യമുണ്ട്. ഇങ്ങനെ അവൻ നല്ല കഴിവുള്ള കുട്ടി, അവന് ഒരു IAS കാരനാക്കി വിട്ടണം, ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ, അല്ലെ? അവൻ നല്ല കഴിവുള്ള കുട്ടി, അവന് നല്ല ഡോക്ടറായിട്ട് വരണം. സമൂഹം പ്രതീക്ഷിക്കും. ഓരോരുത്തർക്കും പ്രതീക്ഷയുണ്ട്. അമ്മയപ്പന്മാർക്ക് കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. അപ്പോൾ സൺഡേ സ്കൂളിലെ അധ്യാപകർ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടി എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മൾ മോൾഡ് ചെയ്യണം ഇവരെ. നമ്മൾ മോൾഡ് ചെയ്യണം. ഈ മോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മളുടെ ഗുരു നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അവിടെ മതി എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയൊക്കെ മതി, അതിനേക്കാൾ വലിയ പൊങ്ങനൊന്നും ആകണ്ട എന്ന ചിന്തയല്ല കേട്ടോ. അതല്ല ആകുന്നത് മതി എന്ന് പറയാം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതാണ്, വേറെ ഒന്നും ആകണ്ട, ഗുരുവിനെ പോലെ എനിക്ക് ആകണം, അത് മതി നിന്റെ. ദാറ്റ് ഈസ് യുവർ എക്സ്ക്ലൂസീവ് എയിം എന്നുള്ള അർത്ഥമാണ് മതി എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത്രയും മതി, അതിനെ കൂടി വലിയ പൊങ്ങിയൊന്നും പോകണ്ട എന്ന ആശയമല്ല. അപ്പോൾ ഗുരുവിനെ പോലെ ആകുക എന്നുള്ളതായിരിക്കണം, അത് മതി നിന്റെ ജീവിതത്തിൽ. പറഞ്ഞു മനസ്സിലായല്ലോ? അത് മതി. ദാറ്റ് ഷുഡ് ബി ദി എക്സ്ക്ലൂസീവ് എയിം ഓഫ് യുവർ ലൈഫ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് അവര് ക്രിസ്താനുരൂപരായി
ഒരുക്കപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ മാറ്ററും മാനറും തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ലക്ഷ്യം എന്താണ്? ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി പരമാർത്ഥമായും വീണ്ടും ജനനം പ്രാപിക്കണം. ഈ രക്ഷിക്കപ്പെടണം എന്നുള്ള വാക്ക് ഞാൻ ബോധപൂർവ്വം ഒഴിവാക്കിയതാ. സ്തോത്രം. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടി, എൻ്റെ സ്റ്റുഡന്റ്, അവൻ വീണ്ടും ജനിക്കണം, വീണ്ടും ജനനം പ്രാപിക്കണം. ആ ലക്ഷ്യത്തോടുകൂടെ വേണം നമ്മൾ മാറ്ററും മാനറും സ്വീകരിക്കേണ്ടത്. അതിന് ആ ലക്ഷ്യത്തോടുകൂടെ നമ്മൾ പഠിപ്പിക്കണം. അതിന് IPSയുടെ സിലബസിനകത്ത് നിന്നില്ലെങ്കിലും വേണ്ടുകയില്ല, അതൊരു ഒരു ചെറിയൊരു ഫ്രെയിം വർക്ക് ആക്കിക്കോട്ടെ. IPSയുടെ സിലബസ് ഒരു ഫ്രെയിം വർക്കാ. ആ ഫ്രെയിം വർക്കിനകത്ത് നമ്മൾ പഠിപ്പിക്കണം. ആ ഫ്രെയിം വർക്കിനകത്ത് നമ്മൾ പഠിപ്പിക്കണം. അത് നമ്മൾ പഠിപ്പിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിത്യത എന്നുള്ള ആശയം അവന്റെ മനസ്സിൽ കൊടുക്കത്തക്കതുപോലെ അതാണ് നമ്മൾ ഈ ചെറിയ ഗ്രൂപ്പുകളായിട്ട് കൊണ്ടുവന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. മുമ്പേ പറഞ്ഞല്ലോ, പല വിദ്യാഭ്യാസ രീതിയിലുള്ളതിൽ ഒന്ന് ചോദ്യങ്ങൾ ചോദിക്കണം. അവൻ ചോദിക്കാൻ അവനെ പ്രേരിപ്പിക്കണം. നമ്മൾ അങ്ങോട്ട്, അല്ല അവൻ അതിനെ മടിച്ച് നിന്ന് അങ്ങോട്ട് ചോദിക്കണം. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പോലെ പറയാം. പറഞ്ഞാൽ, എടാ മക്കളെ, വാട്ട്സ് യുവർ ആംബിഷൻ ഇൻ ലൈഫ്? നിന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്താ? എനിക്ക് ടീച്ചറെ, എനിക്ക് 12ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കണം. നല്ല കാര്യം. എന്നിട്ട് എനിക്ക് IITയിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹം. എന്നിട്ട് IITനായിട്ട് MTech എടുക്കണം. വെരി ഗുഡ്, നന്നായി. എന്നിട്ട് IITന്ന് MTech കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ എനിക്കൊരു ജോലി വേണം. നല്ല കാര്യം. എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കണം. എന്നിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകണം. എന്നിട്ട് നല്ലൊരു വീട് മേടിക്കണം. എന്നിട്ട് നല്ല ഒരു കാറ് മേടിക്കണം. എന്നിട്ട് ഒത്തിരി കിട്ടുന്ന പണമൊക്കെ സമ്പാദിക്കുകയും കർത്താവിന് വേലയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. എന്നിട്ട് റിട്ടയർ ചെയ്യണം. എന്നിട്ട് എന്നാ നല്ല സുഖമായിട്ട് ജീവിക്കണം. എന്നിട്ട് എന്നാ ടീച്ചറെ, എന്നിട്ട് പിന്നെ മരിക്കണം. എന്നിട്ട് പിന്നെ ഒരു എന്നിട്ടുണ്ടോ? അപ്പൊ മരിച്ചു കഴിഞ്ഞ് മോനെ, ഇതെല്ലാം മോൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഏറ്റവും പ്രധാനം മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. കാരണം മരണം കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങളോട് ഈ ടോക്ക് തരുമ്പോൾ വിവിധങ്ങളായ വിദ്യാഭ്യാസ മെത്തേഡ്സിന്റെ ഗുണദോഷങ്ങൾ വിശകലനം ചെയ്ത് തീരുക എന്നുള്ളതല്ല എൻ്റെ പ്രധാന ലക്ഷ്യം. അത് ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പറയുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. നിങ്ങൾ കർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ പരിശീലിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് എന്ന് ചോദിച്ചു വന്ന് ഞാൻ സ്വീകരിച്ച മെത്തേഡാ ഞാൻ പറയുന്നത്. അപ്പൊ ഈ കുട്ടി സിൻസിയറായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്നിട്ട്, അപ്പൊ ടീച്ചറെ അത് കഴിഞ്ഞ് അയ്യോ, അത് കഴിഞ്ഞ് ഞാൻ എവിടെ ആയിരിക്കും? മോനെ, എവിടെ ആയിരിക്കണമെന്ന് ഇവിടെ തിരഞ്ഞെടുക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, അവനെ എൻക്വയറാക്കി, അന്വേഷകനാക്കി. അവനെ അന്വേഷകനാക്കി കഴിയുമ്പോൾ അവൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ശരിക്കും ഉൾക്കൊള്ളും. അവന് ആ പറഞ്ഞു കൊടുക്കുന്നത് എടുക്കാനുള്ള ആവശ്യമുണ്ടെന്നുള്ള ഉത്ബോധം അവനിലുണ്ടാകും. അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ മാത്രം സ്റ്റിക്ക് ചെയ്യുകയല്ല, പിന്നെ നമ്മൾ ഒന്നിലധികം മെത്തേഡ്സ് കമ്പൈൻ ചെയ്ത് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് സഹായകരമായ
ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ തന്നെ ഇവോൾവ് ചെയ്യുകയാണ് നല്ലത്. സ്തോത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇവനെ ഈ സമൂഹത്തിലെ മാറി വരുന്ന സാഹചര്യങ്ങളുമായി അവൻ പൊരുത്തപ്പെടാൻ അവനെ ഒരുക്കണം. പൊരുത്തപ്പെടാൻ അവനെ ഒരുക്കണം. അത് ആത്മീയമായുള്ള അവന്റെ ജീവിതത്തെ, സ്തോത്രം, പൊരുത്തപ്പെടുമ്പോൾ തന്നെ അവൻ കർത്താവിനോടുള്ള പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ഇടയാകാത്തതുപോലെ അവൻ പൊരുത്തപ്പെടണം. എന്ന് പറഞ്ഞ് മനസ്സിലായില്ലായിരിക്കും, ഒന്നുകൂടി വ്യക്തമാക്കാം. അതായത് ഇപ്പൊ പൊരുത്തപ്പെടൽ, ഇപ്പൊ സമൂഹവുമായിട്ട് ഒരു പുതിയ മാറി വരുന്ന ഒരു സാഹചര്യമായിട്ട് അവൻ പൊരുത്തപ്പെടണം എന്ന് പറയുമ്പോൾ മീൻസ് പല കാര്യങ്ങൾ, പുതിയ പല കാര്യങ്ങൾ വരും. പുതിയ പല കാര്യങ്ങൾ മീൻസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഒരു എക്സിക്യൂട്ടീവ് ആയാൽ അവന് ചിലപ്പോൾ അവൻ ഡീല് ചെയ്യുന്ന കമ്പനികളിലെ വലിയ ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ ഒക്കെ ഇടയ്ക്ക് അവൻ സൽക്കരിക്കേണ്ടി വരും. അവൻ സൽക്കരിക്കേണ്ടി വരുമ്പോൾ അവർ ലോക മനുഷ്യരാണ്. അവരൊരു 5 സ്റ്റാർ ഹോട്ടലിൽ അവരെ ട്രീറ്റ് ചെയ്യണമെന്നായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്. അതിന് നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് ചെലവാക്കാനായിട്ട് ഫ്രീഡവും തന്നിട്ടുണ്ട്. നിങ്ങൾ അവനെ എന്റർടൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും അതിൻ്റെ കൂടെ ചേരാൻ പാടില്ല. നിങ്ങൾ ആരാണെന്നുള്ളത് അവിടെ തെളിയിക്കണം. അതാണ്, നോക്കണേ, ആ സാഹചര്യത്തിൽ മാറി വന്ന ഒരു അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തിപ്പെട്ട് കഴിയുമ്പോൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ വാല്യൂസിൽ വിട്ടുവീഴ്ച പാടില്ല. അതിന് ഈ കുഞ്ഞിനെ നമ്മൾ ഒരുക്കണം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മാത്രമല്ല, ആത്മിക ജീവിതത്തിൽ ദൈവത്തോടുള്ള പ്രതിബദ്ധതയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു സമർപ്പണം ഇവരിൽ ഉണ്ടാക്കണം ദൈവത്തോട്. അടുത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഈവൻ നമ്മൾ അംഗങ്ങളായിരിക്കുന്ന സഭയോടുള്ള പ്രതിബദ്ധതയേക്കാൾ ദൈവത്തോടുള്ള പ്രതിബദ്ധതയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു സമർപ്പണം ഇവരിൽ ഉണ്ടാകുവാൻ നമ്മൾ ഉത്സാഹിക്കണം. സ്തോത്രം. എല്ലാവരും കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞെങ്കിലും മനസ്സിലാവും. ഉദാഹരണം പറയാം. ഈ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ സഭയിലൂടെ രക്ഷ എന്നുള്ളതാണ് ഈ പട്ടത്വ സഭകൾ പഠിപ്പിക്കുന്നത്. ഈവൻ ഈ CPM-കാര് പോലും ഏതാണ്ട് അതുപോലെ പഠിപ്പിക്കുന്നത്. സഭയിലൂടെ രക്ഷ എന്നുള്ള ഒരു ആശയമാണ് അവരെ. അപ്പോൾ ഈ സഭയിലൂടെ രക്ഷ എന്ന് വരുന്നത് കൊണ്ട് ഈ പട്ടക്കാര് അവരുടെ കുർബാനയിൽ പ്രസംഗിക്കുമ്പോൾ പറയും സഭാമക്കളെ എന്ന് വിളിച്ചാണ് പ്രസംഗിക്കുന്നത്. സഭാമക്കളെ എന്ന് പറഞ്ഞാൽ സഭയാണ് അവിടെ എല്ലാ കാര്യങ്ങൾക്കും ചുമതലപ്പെട്ടവൻ. സഭ പറയുന്നൊക്കെ അനുസരിച്ചിരുന്ന സഭ അവനെ നിത്യജീവനിൽ കൊണ്ടുചെല്ലാനായിട്ട് കടപ്പെട്ടവരാണ്. അയ്യോ, നമ്മുടെ ഇടയിലും ആ ഒരു രീതി ദൈവത്തോടുള്ള പ്രതിബദ്ധതയേക്കാൾ നമ്മുടെ സഭയോടുള്ള പ്രതിബദ്ധതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി അറിയാതെ കടന്നു വരുന്നുണ്ട്. അങ്ങനെയാൽ എന്ത് പറ്റുമെന്നറിയാമോ? സഭയിൽ എന്തെങ്കിലും ഒരു ഈശാപോശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവൻ ഫ്രസ്ട്രേറ്റഡ് ആകും. എന്നാൽ ദൈവത്തോടുള്ള പ്രതിബദ്ധതയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു പരിശീലനം ഇവന് ലഭിച്ചാൽ ഇവൻ ഒരിക്കലും, നോക്കണേ, എന്ത് പ്രശ്നങ്ങൾ ചുറ്റുപാടുകൾ ഉണ്ടായാലും അവന് ഫ്രസ്ട്രേറ്റഡ് ആകുകയില്ല. സ്തോത്രം. അപ്പൊ നമ്മൾ അവനെ പഠിപ്പിക്കുമ്പോൾ, നോക്കണേ, സ്തോത്രം, ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങൾ ബലി കഴിക്കാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ ആ സാഹചര്യങ്ങളിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരാർജവം അവനിൽ ഉണ്ടാക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചാണ് പറഞ്ഞു പോകുന്നത്. സ്തോത്രം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് വളരെ കോംപ്ലക്സ് ആണ്. സ്തോത്രം.
അത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പ്രായോഗികമായുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു വേണം നമ്മൾ അവരെ പഠിപ്പിക്കാൻ. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ സൺഡേ സ്കൂൾ സിലബസിൽ നമ്മൾ ഈ വേദപുസ്തകത്തിലെ വലിയ വിശ്വാസ വീരന്മാരായ ആളുകളെ നമ്മുടെ സൺഡേ സ്കൂൾ സിലബസിലുണ്ട്. ഉദാഹരണം ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ജോസഫ് അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി കഷ്ടങ്ങളുണ്ട്. ആ ഒത്തിരി കഷ്ടങ്ങൾ, ആ കഷ്ടങ്ങളിൽ ദൈവം എന്തുകൊണ്ട് അവനെ അത് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ, അവനെ ഉന്നതമായ, അവനെക്കുറിച്ച് ദൈവത്തിലുള്ള ആ ലക്ഷ്യത്തിലേക്ക് അവനെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് അവൻ ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു എന്ന ആശയം അവന്റെ മനസ്സിൽ കൊടുക്കണം. ആ ആശയം അവന്റെ മനസ്സിൽ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കഷ്ടമുണ്ടായാൽ, ഒരു രോഗമുണ്ടായാൽ, ഒരു പരാജയമുണ്ടായാൽ, നോക്കണേ, ഒരു ദുഃഖകരമായ ഒരു അനുഭവം ഉണ്ടായാൽ അവൻ ദൈവാശ്രയബോധത്തിൽ നിലനിൽക്കുവാനിടയായിത്തീരും. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ജോസഫിന്റെ കഥ പഠിപ്പിച്ചു പോകുക എന്നല്ല, ആ പഠിപ്പിക്കുന്ന യോസഫിന്റെ കഥ പഠിപ്പിച്ചേച്ച് അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലോട് അപ്ലൈ ചെയ്യിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞ് ക്രിസ്ത്യാനുരൂപനാകുവാൻ ഇടയാവുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന് ലക്ഷ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ഉത്ബോധം ഉണ്ടായിരിക്കണം. ഏത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ കർത്താവിനോടുള്ള പ്രതിബദ്ധതയിൽ വിട്ടുവീഴ്ച വരുത്താതെ നാം, സ്തോത്രം, ദൈവത്തിനു വേണ്ടി നിലനിന്ന് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ അവനെ പ്രാപ്തനാക്കുന്ന ഒരു പഠന രീതിയും അതിനാവശ്യമുള്ള പാഠങ്ങളും അവന് കൊടുക്കണം. അതാ മാറ്ററും വേണം, മാനറും വേണം. സ്തോത്രം. ഇനി ഈ മാറ്റർ അവൻ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ? നമ്മുടെ ക്ലാസ്സുകൾ ലൈവ്ലി ആകണം. നമ്മുടെ ക്ലാസ്സുകൾ വളരെ സജീവമാകണം. സജീവമാകുന്നത്, ശ്രദ്ധിക്കണേ, സജീവമാകുന്നത് വിഷ്വലൈസ് ചെയ്ത്, നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യണം. ടീച്ചർ ആ സാഹചര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഭാവനയിൽ ആ രംഗം ഒന്ന് കാണണം. ആ ഭാവനയിൽ ആ രംഗം ഒന്ന് കണ്ടിട്ട് അത് ആ ഭാവനയിൽ കണ്ട ആ രംഗം അവന് തനിമയാർന്ന ഒരു രീതിയിൽ അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുത്താൽ അവൻ അതിനകത്ത് അങ്ങ് ഇൻട്രസ്റ്റഡ് ആകും. ടീച്ചിങ് മെത്തേഡിൽ മേക്ക് ദ ക്ലാസ് എൻജോയബിൾ, ലൈവ്ലി ആക്കണം. ഞാൻ ഉദാഹരണം പോലെ പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. നമ്മൾ താഴ്ന്ന ക്ലാസ്സിലായിരിക്കും പഠിപ്പിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ കിടക്കയോടെ ചുമന്നുകൊണ്ട് വന്നു. നമ്മൾ ആ പാഠം പഠിപ്പിക്കുക. നമ്മൾ ആ പാഠം പഠിപ്പിക്കുമ്പോൾ കേട്ടോ, അത് നല്ല ലൈവ്ലി ആക്കണം. നല്ല ലൈവ്ലി ആക്കാം. ലൈവ്ലി ആക്കാനായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അന്ന് അത് കഫർദഹൂമിലാണ് നടന്നതിനകത്ത് ബൈബിളിലുണ്ട്. കഫർദഹൂം എന്ന് പറയുന്നത് മീൻസ് യേശു പ്രധാനമായിട്ടും ശുശ്രൂഷ കേന്ദ്രീകരിച്ച പട്ടണമായിരുന്നു. അത് പറയണം. അവന് വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. അപ്പോൾ ഈ കഫർദഹൂമിൽ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കൈ കുലുക്കിക്കൊണ്ട് ഇങ്ങനെ പോകും. അപ്പം നേരെ എതിരെ ഒരാൾ വരുന്നു. അയാൾ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് തുള്ളിച്ചാടി വരുക. അപ്പൊ ഈ കൈകുലുക്കിക്കൊണ്ട് പോകുന്ന ആള് ഈ തുള്ളിച്ചാടി വരുന്നതിനോട് ചോദിച്ചു, എടാ നീ എന്താണ് ഈ തുള്ളിച്ചാടുന്നത്? അയ്യോ, ഞാൻ ജന്മനാ മുടന്തനായിരുന്നു. കഴിഞ്ഞ ദിവസം യേശു എന്നെ സൗഖ്യമാക്കി. സൗഖ്യമാക്കിയപ്പോ എന്റെ കാലിൽ എനിക്ക് ഉണ്ടായിരുന്ന ആ സന്തോഷം കൊണ്ട് ഞാനങ്ങ് ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ. അപ്പൊ ഇവൻ ചോദിച്ചു, അന്നേരം ഇവൻ ഇങ്ങനെ കൈ വിളിക്കും, നീ എന്താടാ ഈ കൈ വിളിക്കുക? അയ്യോ, എന്റെ കൈ വരണ്ടതായിരുന്നു, നീ ചുരുണ്ടിരിക്കായിരുന്നു, നൂരത്തില്ലായിരുന്നു. യേശു കഴിഞ്ഞ ദിവസം ശബത്തിൽ ഞങ്ങളുടെ സിനഗോഗിൽ വന്ന് സൗഖ്യം. അയ്യോ, സന്തോഷം. എന്നിട്ട് ഇവർ രണ്ടുപേരും വലിയൊരു കൂട്ടായ്മ, സന്തോഷം. യേശു അവിടെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഉണ്ടോ, എന്നാ പോയിക്കാം. രണ്ടുപേരും കൂടെ പോവുക. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. വഴി വേറൊരാൾ ഇങ്ങനെ കണ്ണു മിഴിച്ച് ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ചിരിച്ചോടിങ്ങനെ ഇരിക്കുന്നു.
എടാ ഇവന് ഏതാണ്ട് പ്രത്യേകത ഉണ്ടല്ലോ അവിടെ. അപ്പൊ നീ എന്താടാ ഇങ്ങനെ കാണിക്കുന്നേ? അതെ, ഞാനോ ഞാൻ കുരുടനായിരുന്നേ, യേശു എന്നെ സൗഖ്യമാക്കി, കണ്ടില്ലേ? ഈ പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ടില്ലേ? ഞാൻ ഈ വെളിച്ചം കണ്ടപ്പോ അങ്ങ് സന്തോഷിക്കുക. കൊള്ളാമല്ലോ. എടാ ഞങ്ങളുടെ അനുഭവം അവിടെ സാക്ഷ്യം പറഞ്ഞു. ഒരു മൂന്നായി യേശുവിടെ ഞാൻ പോവാ. അങ്ങനെ ഓടുമ്പോൾ വേറുണ്ട് ഒരാൾ വഴിയിൽ ഇങ്ങനെ തന്റെ ശരീരത്തെ ഇങ്ങനെ തൊട്ടും ഇങ്ങനെ ശരീരത്തോട് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷം. നീ എന്തുവാടാ ഇങ്ങനെ? അവനും രണ്ട് പ്രത്യേകത ഉണ്ടല്ലോടാ. അയ്യോ, അവനോട് നീ എന്ത് പറ്റി, നിനക്കെന്താ ഇങ്ങനെ? നീ എന്റെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ട് 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 നോക്കിയാണ്. അയ്യോ, ഞാൻ കുഷ്ഠരോഗിയായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കി. ഇവിടെ അത് 4 പേരും അവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പൊ ഭയങ്കര കൂട്ടായ്മയായി, വലിയ സന്തോഷമായി. ഈ 4 പേരും കൂടെ കൂട്ടായ്മ യേശുവിന്റെ യോഗത്തിന് പോകാം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോ ഉണ്ടല്ലോ, അപ്പോഴും ഒരാൾ എടേ എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ അടുത്തുണ്ട് കേട്ടോ. അവനാണെ കിടപ്പാ, രോഗിയാ. എത്ര വർഷമായി അവൻ കിടപ്പാന്നറിയാം, പൊങ്ങത്തില്ല, പക്ഷാതെ പിടിച്ച് കിടക്കുക. അയ്യോ എന്താ, നമുക്ക് യേശുവിന്റെ അടുത്ത് അവനെ എത്തിക്കാനുണ്ട്. ഒരു ചാൻസ് ആടാ, ചെല്ലാം അങ്ങോട്ട്. ഉടനെ ഒരാൾ പറഞ്ഞു, അവനെ നമുക്ക് അവിടെ എത്തിക്കണം. 4 പേരും കൂടെ അവിടെ ചെന്നു. ഈ രോഗിയായി കിടന്ന് അങ്ങ് ക്ഷീണനായിട്ട് കിടക്കുക. അയ്യോ, നീ എന്ത് പറ്റി? എന്റെ കൈ സുഖമായി, യേശു സൗഖ്യമാക്കി. ഞാൻ പടത്തിലായിരുന്നു, യേശു സൗഖ്യമാക്കി. ഞാൻ കുരുടനായിരുന്നു, യേശു സൗഖ്യമാക്കി. ഒരു സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾക്കൊക്കെ യേശുവിനെ കാണാനൊക്കെ എന്നെ കൊണ്ട് വല്ല രക്ഷയുണ്ടോ? I cannot go to him. I have no hope. അല്ല, ഹോപ്പ് ഉണ്ടെന്നേ. എങ്ങനെ ഇവിടെ എടുത്ത് വന്നില്ല? എങ്ങനെ അവിടെ ഞങ്ങൾ കൊണ്ടുവന്നേ? ഇവിടെ ഒരാൾ പറഞ്ഞു, അതിനല്ലയോ യേശു എന്റെ കാല് സുഖമാക്കിയത്, എന്നെ മുടന്നു മാറ്റിയത്. അതിനല്ലയോ യേശു എനിക്ക് കൈ സുഖം തന്നത്. മൂന്നാം പറയാം, അതിനല്ലയോ യേശു എന്റെ കുഷ്ഠം മാറ്റിയത്. അതിനല്ലയോ യേശു എന്റെ കണ്ണ് കാഴ്ച തന്നത്. ഒരു 4 പേരും കൂടെ അവനെ പറഞ്ഞ് ഉത്സാഹിപ്പിച്ചു. 4 പേരും കൂടെ കടക്കെടുത്തു. സന്തോഷത്തോടെ പോവാ. അവിടെ വന്നപ്പോ ഉണ്ട് ഒരു പെരുന്നാളിന്റെ ആള്. So such a large crowd was there in the house. They couldn't go anywhere near. അവർ കാല് പിടിച്ച് പറഞ്ഞ് അവർ വഴി കൊടുത്ത് വീടിന്റെ അടുത്ത് വരെ എത്തി. വീടിന്റെ അടുത്ത് വരെ എത്തിയപ്പോ നോക്കളെ, ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ഈഗറായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. വീടിന്റെ അടുത്ത് വരെ എത്തിയപ്പോ അവർ നിങ്ങളെ എന്തോ കാണിക്കാൻ പോവാ? ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ നിങ്ങളെങ്ങനെ ഈ ഇടുങ്ങിയ വഴി ഈ വാതിൽ കൂടി ഇതെങ്ങനെ കൊടുത്തിട്ടോ? അയ്യോ, ശരിയാണല്ലോ, ഈ വാതിൽ കൂടെ അത് കയറാനൊക്കെയല്ലോ. അപ്പൊ അവര് ചുറ്റും നടന്നു നോക്കി, ഒരു രക്ഷയില്ല. അപ്പോഴൊരു ഐഡിയ കിട്ടി. എടാ, ചത്തേക്കേറിയാലോ, വെളിക്കറ. സ്ലാബ് കൊണ്ടാ, സ്ലാബുകൾ വെച്ചാ വീടുണ്ടാക്കിയിരുന്നത്. അവര് യേശു നിൽക്കുന്ന സ്ഥലം എന്താന്ന് നോക്കി അവിടെ കിടന്ന് 4 കയറെടുത്ത് കെട്ടി ഇവർ 4 പേരും മേളിൽ കയറി. യേശു നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ അവിടെ ഒരു കട്ടിറങ്ങ പരുവത്തിൽ സ്ലാബ് വലിച്ചു മാറ്റി. അയ്യോ, ഭയങ്കര അപകടം. അവർക്ക് എന്റെ കൈക്ക് ആരോഗ്യം കിട്ടിയത് ഇതിനാ, എനിക്ക് കണ്ണു കാണാൻ ഒത്തത് ഇതിനാ, എനിക്ക് കാല് സുഖമായത് ഇതിനാ, എന്റെ കുഷ്ഠം മാറി ഇതിനാ. അവരങ്ങോട്ടും ഇങ്ങോട്ട് സന്തോഷത്തോടെയാ കേട്ടോ വലിച്ചു മാറ്റി. എന്നിട്ട് താഴെ നിൽക്കുന്ന ആളുകളുടെ സഹായത്തോടെ ഈ കടക്ക വലിച്ചു മേടി കയറ്റി. എന്നിട്ട് ഈ കടക്ക എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഈ 4 മൂലയ്ക്ക് ഇരുന്നുകൊണ്ട് പതുക്കെ അങ്ങോട്ട് യേശു നോക്കിയപ്പോണ്ടാ ഒരു കടക്ക ഇറങ്ങി വരുന്നു. നോക്കിയപ്പോ യേശു മുകളിൽ നോക്കിയപ്പോ അതിന്റെ 4 മൂലയ്ക്ക് 4 മുഖങ്ങൾ അപേക്ഷാഭാവത്തിൽ. ഗുരോ ദയ ഉണ്ടാകണേ. ഈ സാഹസത്തിന് മുതിർന്ന ഈ 4 പേരുടെ വിശ്വാസം യേശു കണ്ടപ്പോ അവനെ നേരെ തിരിഞ്ഞ് നിന്റെ പാപം മോചിച്ചെന്നിരിക്കുന്നു പറഞ്ഞ് അവനെ സൗഖ്യമാക്കി. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഒരു മോഡൽ ക്ലാസ് പോലെ പറയുക കേട്ടോ, ലൈവ്ലി ആക്കണം. ദ ക്ലാസ് ഷുഡ് ബി ലൈവ്ലി ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ക്ലാസ് നല്ല സജീവമായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിന് വേണ്ടി എനിക്ക് ക്ലാസ്സിലോട്ട് വരാൻ ഭയങ്കര താല്പര്യമാണ് എന്നുള്ള ആ ചിന്ത വരണം. ടീച്ചർ പഠിപ്പിക്കുന്ന കേൾക്കണം, അല്ലെങ്കിൽ സാറ് പഠിപ്പിക്കുന്ന കേൾക്കാൻ. അയ്യോ, ക്ലാസ്സിലോട്ട് പോകാൻ അവൻ തിടുക്കം കൂട്ടുന്ന, ക്ലാസ് അവൻ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ആക്കണം. എങ്കിൽ മാത്രം നമ്മൾ പറയുന്ന ആശയം അവന്റെ മനസ്സിൽ കയറുള്ളൂ. സ്തോത്രം. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടേ സഹോദരങ്ങളെ. പിന്നെ അതുപോലെ
ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം, നമ്മൾ വേറൊരു മെത്തേഡ്, ഈ മോണ്ടിസോറി സിസ്റ്റം, ഈ താണ ക്ലാസ്സിൽ നമ്മളിത് ഉപയോഗിക്കണം. അതാണ് ഇപ്പൊ നമുക്ക് ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ക്ലാസ് സജീവമാക്കാനുള്ള രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ക്ലാസ് സജീവമാക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കൊച്ചു ഒരു ടോയ് പോലോ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ കൊണ്ടുവരണം. കുഞ്ഞു ക്ലാസ്സില്ല കേട്ടോ, വലിയ ക്ലാസ്സിൽ അതിനൊന്നും ആവശ്യമില്ല. മോണ്ടിസോറി സിസ്റ്റം എന്ന് പറയുന്നത് പ്രീ സ്കൂളിലാണല്ലോ പ്രധാനമായിട്ടും. സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പാണല്ലോ അത് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ താഴ്ന്ന ക്ലാസ്സിലുള്ളവരെ ക്ലാസ് ലൈവ്ലി ആക്കാനുള്ള ഉപാധികളാണ് ഞാൻ പറയുന്നത്. ക്ലാസ് ലൈവ്ലി ആക്കാൻ അത് കഴിയും. നോക്കണേ. അപ്പം ആ മോണ്ടിസോറി സിസ്റ്റം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കുഞ്ഞുങ്ങൾ ചോദ്യം ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങോട്ട് ചോദിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം, എന്നിട്ട് എന്ന് ചോദിച്ചുകൊണ്ട് നിത്യജീവനെ കുറിച്ച് അവരിൽ കൊണ്ടുപോകാം. അതുപോലെ നമ്മൾ അവനോട് ചോദിക്കും. കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് ചോദിക്കും, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളോ, പാപരിഹാരം, അപ്പൊ ഈ നല്ല മനുഷ്യരില്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അല്ലേ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, ഈ യേശുക്രിസ്തു കൂടെ മാത്രമേ ആത്മരക്ഷയുള്ളൂ. ഇച്ചിരി ഹയർ ക്ലാസ്സിലാണ് കേട്ടോ. ഹയർ ക്ലാസ്സിലുള്ളവർക്ക് ക്ലാസ് ഭയങ്കര ലൈവ്ലി ആക്കാം. ഹയർ ക്ലാസ്സിൽ വരുമ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. എന്നിട്ട് അതിന് ഉത്തരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറുമായിരിക്കണം കേട്ടോ. ഉത്തരം നിങ്ങൾ റെഡിയാക്കിയിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാവൂ. ഉത്തരം നിങ്ങളുടെ കയ്യിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ അവസരം കൊടുക്കേണ്ടു. അല്ലെങ്കിൽ നിങ്ങൾ ഏതിന് ഉത്തരം കണ്ടുപിടിച്ചിരിക്കണം. യേശു ക്രിസ്തുവിൽ മാത്രമേ ആത്മരക്ഷ ഉള്ളൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞു കൊടുക്കും? നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, ദൈവം നീതിമാനില്ലയോ? ദൈവം നീതിമാനാണെങ്കിൽ പാപത്തിന് ശിക്ഷ വേണ്ടേ? ശിക്ഷ വേണം. ഉദാഹരണം ഇപ്പം ഈ നിങ്ങള് ക്ലാസ്സില് ലാബില് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല. ഒരു 12th-ലോ 10th-ലോ 11th-ലോ 12th-ലോ ഒക്കെ പഠിക്കുന്ന ക്ലാസ്, ആ ലെവലിലെ ഈ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച എക്സ്പെരിമെന്റിന് റിസൾട്ട് കിട്ടിയില്ല. പല പ്രാവശ്യം ആരിച്ച വന്നിട്ട് കയ്യിൽ എഴുതെടുത്ത് ഒറ്റ ഏറ് കൊടുത്തു. ആ ഉപകരണം പൊട്ടിപ്പോയി. നല്ല വിലയുള്ളതാ. സാറ് പിടിച്ചു. ഐ എം സോറി, എന്നോട് ക്ഷമിക്കണമെന്ന് സാറിനോട് പറഞ്ഞു. ക്ഷമിക്കണം, ഞാൻ ക്ഷമിച്ചേക്കുന്നു. പക്ഷെ ഈ ഉപകരണത്തിന് എന്തോ ചെയ്യും? മാനേജർ ചോദിക്കും, ഹെഡ് മാസ്റ്റർ ചോദിക്കും, ആ ഉപകരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയും? അപ്പൊ അതിലൊരു പരിഹാരം ഉണ്ടാകും. അപ്പൊ തെറ്റ് ചെയ്താൽ ക്ഷമിച്ചാ പോരാ, തെറ്റിന് എന്ത് വേണം? ഒരു പരിഹാരം ഉണ്ടാകും. അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കാൻ അതിന് നിങ്ങളുടെ നാട്ടിൽ ദിറമാണല്ലോ, 2000 ദിറംസ് വിലയുണ്ട്. അയ്യോ, 2000 ദിറംസ് വിലയുണ്ട്. ഒടുവിൽ നിങ്ങളുടെ ഡാഡി വന്നു, അല്ലെ പപ്പ, നിങ്ങളുടെ ഫാദർ വന്നു. നിങ്ങളുടെ ഫാദർ വന്നിട്ട്, സാറേ ക്ഷമിക്കണം. ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചാ പോരാ, ഈ സാധനം പോയാലെന്ത് ചെയ്യും? ഞാൻ വാങ്ങിച്ചു തരാം. 2000 ദിറംസ് ഞാൻ വാങ്ങിച്ചു തരാം. അപ്പൊ നോക്കണേ, ഈ മകൻ ചെയ്ത തെറ്റിന്റെ കുറ്റം അപ്പൻ ഏറ്റിട്ട് ആ തെറ്റിന് പരിഹാരമുണ്ടാക്കി. അങ്ങനെ വരുമ്പോൾ ആ കുട്ടി ആ പ്രശ്നത്തിൽ നിന്ന് മോചിതനായി. ഇതുപോലെയാണ് യേശു ക്രിസ്തു നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റിന് നീതിമാനായ ദൈവത്തിന് മുമ്പിൽ ശിക്ഷയുണ്ട്. ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ലെന്ന് പറഞ്ഞാൽ പോരല്ലോ. ഐ എം സോറി, ഐ ഡിഡ് സോ മെനി ബ്ലണ്ടേഴ്സ്. ഞാൻ ഒത്തിരി തെറ്റൊക്കെ ചെയ്തു പോയി, ഞാൻ അതിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്നു. ഐ എം സോറി, ഐ വോണ്ട് ഡു ഇറ്റ് അഗൈൻ.
I won't repeat it. But what about what you have done? നീ ചെയ്തതിന്റെ കാര്യത്തിൽ തന്നെ അതിനുള്ള ശിക്ഷ എന്ത് ചെയ്യും? ആ ശിക്ഷ വേണ്ടേ? പശു അതിന്റെ ശിക്ഷ നരകമാ, അയ്യോ മരണമാ. അവിടെ നിങ്ങളുടെ ഡാഡി, നിങ്ങളുടെ പപ്പ, നിങ്ങൾ നശിപ്പിച്ച ഉപകരണത്തിന്റെ വില കൊടുത്ത് അതിന് പരിഹാരം വരുത്തിയതുപോലെ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഇവിടെ വന്ന്, നമ്മുടെ പിതാവല്ലേ, അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റിട്ട് ഇവിടെ വന്ന് നമ്മൾ ചെയ്ത തെറ്റിന്റെ കുറ്റം തൻ്റെ മേലേറ്റുകൊണ്ട്, അതാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മുടെ പാപത്തിന് കുറ്റം ഏറ്റുകൊണ്ട് നമ്മുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ സഹിച്ചു പരിഹാരം വരുത്തി. യേശു പാപത്തിന് പരിഹാരം വരുത്തി. ലോകത്തിൽ ഏതെങ്കിലും മതത്തിൽ മനുഷ്യന്റെ പാപത്തിന് ഇങ്ങനെ പരിഹാരം വരുത്തിയ ഏതെങ്കിലും ഒരു രക്ഷകനുണ്ടോ? നിങ്ങളുടെ കൂടെ ഉണ്ടേ? മനുഷ്യന്റെ പാപത്തിന് ഇങ്ങനെ പരിഹാരം വരുത്തിയ ഏതെങ്കിലും ഒരു രക്ഷകനുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പോലെ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരെ കൊണ്ട് ചോദിപ്പിച്ച്, അല്ലെ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രേരിപ്പിച്ച്, അവർ ചോദിക്കാതിരുന്നാൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് നമ്മൾ ഇങ്ങനെ അവന് മനസ്സിലാകത്തക്കതുപോലെ ഉത്തരം കൊടുത്താൽ അവന് ഇൻട്രസ്റ്റ് ആകും. പിന്നെ മറ്റൊരു ടീച്ചിങ് മെത്തേഡാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോജക്റ്റ് ഓറിയന്റഡ് മെത്തേഡ്. ഒരു പ്രോജക്റ്റ് ഓറിയന്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, എന്താ മോനെ, ഈ അടുത്ത PYPയുടെ യോഗത്തിന് അല്ലെങ്കിൽ യൂത്ത് മീറ്റിങ്ങിന്, നിങ്ങളുടെ എന്തോ ആണെങ്കിലും അതെ, നിങ്ങളുടെ യൂത്ത് മീറ്റിംഗ് അല്ലെങ്കിൽ മീൻസ് ഷാഡോൺ ഫെലോഷിപ്പ് ചർച്ചിലാണെങ്കിൽ CM എന്ന് പറയും, പിന്നെ ചർച്ച് ഓഫ് ഗോഡിലാണെങ്കിൽ YP എന്ന് പറയും, യങ് പീപ്പിൾസ് എൻഡവർ എന്ന് പറയും. നിങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിന് ഒരു 5 മിനിറ്റ് നീ ഒരു പ്രസംഗം പറയണം. 5 മിനിറ്റ് നീ ഒരു പ്രസംഗം പറയുമ്പോൾ ആ പ്രസംഗം നീ എങ്ങനെ ആയിരിക്കും പറയുന്നത് അതൊന്ന് എഴുതണം. അതാ ഒരു ദൗത്യം ഏൽപ്പിക്കുക. ആ ദൗത്യം ഏൽപ്പിച്ചിട്ട്, എന്താ ടീച്ചറെ വിഷയം, മോനെ ഏതാ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം? പ്രാർത്ഥന. ശരി, പ്രാർത്ഥനയെ കുറിച്ച് അവനൊരു 5 മിനിറ്റ് കൊണ്ട് പറയാവുന്ന കാര്യം അവനെ കൊണ്ട് എഴുതിക്കണം. അവനെ കൊണ്ട് എഴുതിച്ചിട്ട് നിങ്ങളത് വാല്യൂ ചെയ്യണം. അതിനകത്തെ തിരുത്തലുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ അതിനകത്ത് തിരുത്താനുണ്ട്, എന്തൊക്കെ അതിനകത്ത് ചേർക്കാനുണ്ട് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ ഒഴിവാക്കണം പറഞ്ഞു കൊടുക്കണം. നോക്കണേ, അങ്ങനെ അവനെ പഠിപ്പിക്കാം. അപ്പോ പ്രാർത്ഥന ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പ്രാർത്ഥനയെ സംബന്ധിച്ച് അവന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന എന്തെങ്കിലും തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഈ അവസരം ഉപകരിക്കണം. സ്തോത്രം. അപ്പൊ അവൻ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാകും, ലൈബ്രറി ആവും. അത് ടീച്ചിങ് മെത്തേഡാണ്, വളരെ ഫലകരമായ ഒരു ടീച്ചിങ് മെത്തേഡാണ്. എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങള്. സ്തോത്രം. വേറെ അതുപോലെ ഒരു പരസ്യത്തിൽ നീ സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളിനോട് സുവിശേഷം പറയണം, അല്ലെങ്കിൽ ഒരു രോഗിയെ സന്ദർശിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദൗത്യം ഇവനെ ഏൽപ്പിക്കണം, ഒരു പ്രോജക്റ്റ്. നമുക്കറിയാം സെക്യുലർ സ്കൂളിൽ പ്രോജക്റ്റ് അല്ലേ, പ്രോജക്റ്റ്. നമുക്ക് ആ പ്രോജക്റ്റ് നമ്മുടെ സൺഡേ സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അവൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി. നോക്കണേ, സ്തോത്രം. എന്നിട്ട് മീൻസ് അടുത്ത അപ്പൊ ഈ രീതി പ്രോജക്റ്റ് ഓറിയന്റഡ് ടീച്ചിങ് ടെക്നിക്. സ്തോത്രം.
പിന്നെ ഞാൻ പറഞ്ഞു ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ച്. ഇനി ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ചൈൽഡ് സൈക്കോളജിയിൽ നമ്മൾ ഓർക്കണം. ഞാൻ ഇതിലെ പറയാൻ വിട്ടുപോയി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കുറിച്ച കൂട്ടത്തിലുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യും. കുഞ്ഞുങ്ങൾ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യും. അധ്യാപകരെ ഇമിറ്റേറ്റ് ചെയ്യും, പേരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യും, പാസ്റ്റർമാരെ ഇമിറ്റേറ്റ് ചെയ്യും. നോക്കണേ, ആ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഒരു റോൾ മോഡൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ടീച്ചർ സ്റ്റുഡന്റിനെ വെൽക്കം ചെയ്യാൻ ക്ലാസ്സിൽ റെഡി ആയിരിക്കണം. ടീച്ചർ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണമെന്ന്. എങ്കിൽ മാത്രമേ അവൻ നേരത്തിന് വരികയുള്ളൂ. നമ്മളൊരു റോൾ മോഡൽ ആയിരിക്കണം. കാര്യം അവൻ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡിങ് ആസ് എ റോൾ മോഡൽ ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നാ. ഒരു റോൾ മോഡലായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല ടീച്ചിങ് രീതി എന്നാ പറയുന്നത്. സ്തോത്രം. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പിന്നെ ഓർക്കണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടേ. ലക്ഷ്യം എന്താണ്? ക്രിസ്താനുരൂപനായി ഇവനെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ സൺഡേ സ്കൂൾ പഠിപ്പീരിന്റെ ലക്ഷ്യം. ക്രിസ്താനുരൂപനായി ഇവനെ ഒരുക്കുക. അത് ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അപ്പൊ നോക്കണേ, ഇവിടെ ബ്രിട്ടീഷുകാര് നമ്മളിവിടെ ഒരു 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 ക്ലറിക്കൽ ജോലി ചെയ്യാൻ ഉള്ള കഴിവ് ഇവനുണ്ടായാൽ മതി എന്ന രീതിയിൽ പഠിപ്പിച്ചു. എന്നാൽ ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞിട്ടാണ് ഇവിടെ IIT-കള്, നെഹ്റുവിന്റെ ഒക്കെ ആ വീക്ഷണമാണ്. ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻസ് ലെവലിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പിന്നെ IIT-കൾ. എത്ര IIT-കൾ തുടങ്ങി? ഖരഗ്പൂർ IIT, മദ്രാസ് IIT, മുംബൈ IIT, മീൻസ് ഈ IIT-കളെല്ലാം തുടങ്ങി. അതുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ യുവാക്കൾ ഇന്റർനാഷണൽ ജോബ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളവരായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് മിടുക്കന്മാരായി. അപ്പോൾ എന്താ, ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നവൻ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ കുറിച്ച് നല്ല ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ പഠിപ്പിച്ചു വിടുന്ന കുഞ്ഞ് എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു നല്ല ലക്ഷ്യമുണ്ടായിരിക്കണം. സ്തോത്രം. ഞാൻ പഠിപ്പിച്ചു വിടുന്ന കുഞ്ഞ് യേശുവിന്റെ ദിവ്യ സ്വഭാവത്തോട് ഏകീഭവിക്കുവാൻ സമർപ്പിതനായിരിക്കണം. സ്തോത്രം. ഞാൻ അതിനുവേണ്ടി അവന് മുമ്പിൽ ഒരു റോൾ മോഡലായിരിക്കും. സ്തോത്രം. നമുക്കറിയാമല്ലോ, സഭയിൽ 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ ദൈവം നിയമിച്ചിട്ടുണ്ട്. എഫേസ്യലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 11 മുതൽ 13 വരെയുള്ള ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. 5 വിധ ശുശ്രൂഷക വൃന്ദം സഭയിലുണ്ട്. അത് ഒന്ന് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ. ഈ 5 വിധ ശുശ്രൂഷക വൃന്ദത്തിന്റെയും അവരെ നിയമിച്ചിരിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഈ 5 വിധ ശുശ്രൂഷക വൃന്ദവുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. നോക്കണേ, അവന്റെ ലക്ഷ്യം ഇതായിരിക്കണം. വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയുള്ള ഒരു സമൂഹം. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടി നിത്യജീവന് വേണ്ടി ഒരുങ്ങുന്നവനായിരിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് അവന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളവനായിരിക്കണം. അവൻ യേശുക്രിസ്തുവിനെ ഒരു മിറക്കിൾ വർക്കർ എന്നല്ല കാണേണ്ടത്. യേശുക്രിസ്തുവിനെ അവൻ പാപ പരിഹാരകൻ എന്ന് കാണണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 4 പേര്
ഈ യേശുവിനെ പക്ഷപാതക്കാരനെ യേശുവിനെ എടുത്തു കൊണ്ടുവന്നപ്പോൾ യേശു ആദ്യം പറഞ്ഞത്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്ന, പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. ഉടനെ അവിടെ ശാസ്ത്രിമാർ, എടാ ഇവൻ എന്നോട് ഈ പറയണത് ദൈവദൂഷണല്ലേ, ദൈവമല്ലേ പാപം മോചിക്കുന്നത്, ദൈവമല്ലേ പാപം മോചിക്കുന്നത്, ഇവന് അധികാരമുണ്ടോ? കർത്താവ് അവരോട് ചോദിച്ചേ, ഒരു കാര്യം, പാപം മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നതാണോ എഴുന്നേറ്റ് കിടക്കരുത് നടക്കാന്ന് പറയുന്നത് ഏതാകുന്നു എളുപ്പം? ഏതാ എളുപ്പം എന്ന് ചോദിച്ചാൽ എനിക്കറിയാം, നമ്മൾ പറയും പാവം മോചിച്ചു തന്നിരിക്കുന്നു പറയുന്ന എളുപ്പം എന്ന് പറയും. കാര്യം പാവം മോചിച്ചു ഇല്ലയോ എന്ന് ആരറിഞ്ഞു? എന്ന് എഴുന്നേറ്റ് കിടക്കരുത് നടക്കാന്ന് പറഞ്ഞാൽ എന്താ, എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ നാണക്കേടാകും. അതുകൊണ്ട് പാപം മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നതാണ് എളുപ്പമെന്നാണ് പലരുടെയും ചിന്ത. അങ്ങനല്ല. പാപം മോചിച്ചു തന്നിരിക്കുന്നു പറയാൻ ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി വന്നാണ് പാപപരിഹാരം നമുക്ക് ഒരുക്കി തന്നത്. എന്നാൽ എഴുന്നേറ്റ് കിടക്കരുത് നടക്കാന്ന് പറയാൻ അങ്ങ് പറഞ്ഞാ മതി, ഒരു വാക്ക് പറഞ്ഞാ മതി. നമ്മളിപ്പോ പലപ്പോഴും നമ്മുടെ സൺഡേ സ്കൂളിലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും കേൾക്കണേ, അത്ഭുത പ്രവർത്തകനായ ഒരു യേശു, രോഗം സൗഖ്യമാക്കുന്ന ഒരു യേശു, ഭൗമികമായി ഉയർച്ച നൽകുന്ന യേശു, കേൾക്കണേ, അനുഗ്രഹിക്കുന്ന യേശു, ഇങ്ങനെയുള്ള ഒരാശയത്തിൽ മാത്രമങ്ങായി പോകുന്നു. എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പഠിപ്പിച്ചു വിടുമ്പോൾ യേശുവിനെ രോഗസൗഖ്യമാക്കുന്നവനെന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനെന്നും മാത്രം അവനെ ആ ഒരു ചിത്രം മാത്രം കുഞ്ഞിന്റെ മനസ്സിൽ കൊടുക്കരുത്. പാപപരിഹാരകൻ എന്നുള്ള ചിത്രം അവന്റെ മനസ്സിൽ യേശുവിനെ കുറിച്ചുണ്ടാകണം. വാട്ട് ഡു യു തിങ്ക് ഓഫ് ജീസസ് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞ ചോദ്യോത്തരം ചോദിക്കണം. വാട്ട് ഡു യു തിങ്ക് ഓഫ് ജീസസ് എന്ന് ചോദിച്ചാൽ അവൻ പറയണം, ജീസസ് ഈസ് ദ ഓൺലി വൺ who gives forgiveness of sins. Only through Jesus one may enter eternal life, eternal heaven. ആ ആശയം രോഗം സൗഖ്യമാക്കാനായിട്ട് ഇവിടെ ചിലപ്പോൾ മറ്റ് മതങ്ങളിൽ രോഗസൗഖ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ പുണ്യസ്ഥലങ്ങളിലേക്ക് എല്ലാ വർഷവും ആള് തിരക്ക് കൂടുന്നേ? അവർക്ക് അത്ഭുതകരമായ അനുഭവങ്ങളുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ആള് പോകുന്നത്. മണനാട് പള്ളിയിൽ പോകുന്നു, പുതുപ്പള്ളി പള്ളി പോകുന്നു, ശബരിമല പോകുന്നു. അയ്യോ, അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ, സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഒത്തിരി നേരം പോകും. ശബരിമല പോകുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത്ഭുതകരമായ കാര്യങ്ങൾ അവിടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന്. നോക്കണേ, കടഭാരം മാറാൻ, രോഗസൗഖ്യമാകാൻ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ, പിന്നെ ജോലി ഇല്ലാതിരുന്നപ്പോ ജോലി കിട്ടാൻ, ഇതിനെല്ലാം അവര് നേർച്ച ചെയ്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് അതെല്ലാം സാഹചര്യമുണ്ട്. ബാക്കി ഏത് കാര്യത്തിനും മറ്റേത് മതത്തിലും ഉപാധികളുണ്ട്. പക്ഷെ പാപപരിഹാരം ആണ് യേശുക്രിസ്തുവിനെ യുണീക്കാക്കുന്നത്. ഈ ആശയം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൊടുത്തില്ലെങ്കിൽ, എൻ്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ അവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. കേൾക്കുന്നുണ്ടേ? സ്തോത്രം. പഠിച്ചിറങ്ങുന്ന കുഞ്ഞ് എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഒരു ലക്ഷ്യം വെക്കണം. What is the end and aim of Christian education? The end and aim of Christian education is to mold a child to conform to the very same image of Jesus Christ. സ്തോത്രം. സൺഡേ സ്കൂൾ ശുശ്രൂഷ, സൺഡേ സ്കൂൾ അധ്യാപന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്ത് ഗൗരവമുള്ളതാണെന്നറിയാമോ? സ്തോത്രം. രോഗം സൗഖ്യമാക്കുന്നവനെന്ന് മാത്രം പഠിപ്പിക്കരുത്. പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കാൻ സഹായിക്കുന്നവനെന്ന് മാത്രം പഠിപ്പിക്കരുത്. നല്ല ജോലി തരുന്നവനെന്ന് മാത്രം പഠിപ്പിക്കരുത്. ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കരുണ, കൃപ എന്ന് പറയുന്നത് രക്ഷാകരമായ ദൈവകൃപ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആത്മരക്ഷ തന്നതാണ് ദൈവകൃപ, അല്ലാതെ ജോലി തന്നതല്ല. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യുന്നത് അന്യായമാണ്. എന്നോട് ദേഷ്യം വരില്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കിയിട്ട് വേണം മെത്തേഡും മാനറും മാറ്ററും തീരുമാനിക്കാൻ.
ലക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഇവിടെ നിർദ്ദേശിച്ച ഏതാണ്ട് 7 മെത്തേഡ്സ് ഞാനിവിടെ പരാമർശിച്ചു. 7 അല്ലാതെ കൂടെ പരാമർശിച്ചു. ഗുരുകുല സമ്പ്രദായം, സഹചാരി സമ്പ്രദായം, പിന്നെ സഹചാരി സമ്പ്രദായം, അതുപോലെ തന്നെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ, പിന്നെ അതുപോലെ ക്ലാസ് റൂം ട്യൂഷൻ സമ്പ്രദായം, പിന്നെ അതുപോലെ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഉള്ള പഠിപ്പീര് അവർ തമ്മിൽ ചർച്ച ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സമ്പ്രദായം, പിന്നെ അധ്യാപകൻ ചെറിയൊരു മുഖപുര പറഞ്ഞു കൊടുത്തിട്ട് അവര് മീൻസ് കുട്ടികൾ തന്നെ അവര് പിന്നെ മെറ്റീരിയൽ പുസ്തകങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അവര് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത് നിർദ്ദേശിക്കുന്ന രീതികൾ, പിന്നെ അതുപോലെ ഒരു ദൗത്യം, ഒരു 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 മിഷൻ, ഒരു പ്രോജക്റ്റ് അവരെ ഏൽപ്പിച്ചിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതി, പിന്നെ അതുപോലെ മോണ്ടിസോറി സിസ്റ്റം ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുവന്നിട്ട് അവരെ പഠിപ്പിക്കുന്ന രീതി, പിന്നെ അന്വേഷണാത്മകമായ ചോദ്യം ഇതെല്ലാം നോക്കണേ. പൊതുലോകത്തിൽ അവര് നിർദ്ദേശിച്ചിരിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് ആണ്. നമ്മൾ ഇതിൽ ഒരെണ്ണത്തിൽ മാത്രം നിൽക്കണ്ട, പല മെത്തേഡ്സ് കമ്പൈൻ ചെയ്ത് നമ്മുടെ ഈ ലക്ഷ്യം ഈ കുഞ്ഞിൽ സാധിക്കത്തക്കതുപോലെ ക്ലാസ്സുകൾ ലൈവ്ലി ആക്കണം, സജീവമാക്കണം, ഇൻട്രസ്റ്റിംഗ് ആക്കണം. എന്നിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ ഒരു റോൾ മോഡലായിട്ട് നിൽക്കണം. സ്തോത്രം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇവിടെ ചിലപ്പോൾ ഒരു നന്ദി വാക്ക് പോലും പേരൻസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരികയില്ല. ചിലപ്പോൾ വിമർശനമായിരിക്കും. പക്ഷെ നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവമാ പ്രതിഫലം തരുന്നത്. നിങ്ങളെ വിലയിരുത്തുന്നത് ദൈവമാണ്. ക്രിസ്തുവിന് വേണ്ടി കുഞ്ഞിനെ ഒരുക്കിയോ എന്നുള്ളത് ദൈവം നോക്കും. ഈ വലിയ ദൗത്യത്തിൽ യു ആർ ഹാൻഡ്ലിങ് എ സ്പിരിറ്റ് ഡിസ്റ്റാൻഡ് ഫോർ ഇറ്റേണിറ്റി. സ്തോത്രം. ആ വലിയ ദൗത്യത്തിൽ വിശ്വസ്തരായിരിക്കാൻ അതിന് അനുയോജ്യമായ മാറ്ററും അനുയോജ്യമായ ടീച്ചിങ് മാനറും മെത്തേഡും സ്തോത്രം സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട അധ്യാപകരായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കുഞ്ഞുങ്ങളെ നിത്യജീവന് വേണ്ടി ഒരുക്കുവാൻ സർവകൃപാലുവായ ദൈവന്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വന്ദനം. ആമേ ആമേ. നമ്മെ കേൾപ്പിച്ച നല്ല സന്ദേശത്തെ ഓർത്തൊന്ന് ആ കരമൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് വിവിധ തലത്തിൽ നമുക്കത് കേൾക്കാനായിട്ട് ഇടയായി തീർന്നല്ലോ. ആത്യന്തികമായി നമ്മുടെ സൺഡേ സ്കൂളിൽ ലൈവായി മാറട്ടെ. അപ്പോൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ കൈകളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോ കുഞ്ഞുങ്ങളും യേശു കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് അവർ അനുരൂപരായിട്ട് മാറുവാൻ, നാം അവർക്കൊരു റോൾ മോഡലായിട്ട് മാറുവാൻ, ആത്യന്തികമായിട്ട് ആ മെസ്സേജിന്റെ ആ ആഴമുള്ള ചിന്ത നമുക്ക് ഒരുമിച്ചൊന്ന് ഏറ്റെടുക്കാം. നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരാളും ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാതെ അവർ നിത്യജീവൻ പ്രാപിക്കട്ടെ. അവരെ കുറിച്ചുള്ള ദൈവ പദ്ധതിക്ക് വേണ്ടി നമുക്ക് അവരെ ഒരുക്കിയെടുക്കാം. ഇന്ന് രാത്രി കേൾപ്പിച്ച ആ നല്ല വചനചിന്ത നമുക്ക് ഏറ്റെടുക്കാം. അപ്പോൾ തന്നെ പ്രിയ പീറ്റർ സാറെ പിന്നെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. നാളെ രാത്രി നമ്മുടെ പാരന്റ്സും ചിൽഡ്രനും അപ്പോൾ തന്നെ എല്ലാവരോടും ചേർന്നുള്ള മീറ്റിംഗ് ആണല്ലോ. ആ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ. ഈ സമയം പ്രിയ സ്റ്റീഫൻ ബ്രദർ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും. Our most loving Father, we thank you, Lord, for this evening time, Master. Hallelujah. We thank you, Lord, for the wonderful message, Lord, Father. We heard to the servant of God, Lord, Master. We thank you, Lord. Thank you, Lord, for the new insights that you gave us, Lord. Hallelujah. We thank you, Lord, for the responsibility that you have given us, Lord, Father. We pray for all our children, Lord. Hallelujah. We pray that none of our children may be lost, Lord. Hallelujah. Lord, help us, Lord, to teach them with a responsibility, Lord, that we may use them, Lord, that they may stand before the throne of God, Lord. Hallelujah. We commit all our children into thy hands, Lord. Hallelujah. We pray for all our teachers, Lord. Hallelujah. Help us, Lord,
to teach the children, Lord, in thy understanding, in thy love, Lord, hallelujah, in the fear of God, Lord, hallelujah. Lord, we pray that all our children, Lord, may be filled with the anointing of the Holy Spirit and be used for you, Lord, in this corrupt generation, Lord, hallelujah. We commit them into thy hands, Lord, hallelujah. We pray for the servant of God, Lord, Father. We thank you, Lord, for the wonderful message, Lord, hallelujah. We pray that you use him mightily, Lord, move for thy kingdom, Lord, for the expansion of the kingdom, Lord, hallelujah. Bless him, Master, we pray, Lord, hallelujah. We commit all this session today into thy hands, Lord, Father. We pray for the session tomorrow, Lord, hallelujah. We pray for all the parents who are coming, Lord, Father. We pray that the word of God may touch them, Lord, hallelujah. We commit, Lord. We pray that the word of God may touch the children who are coming tomorrow, Lord, hallelujah. We once again, Lord, Father, commit everything into thy hands, Lord, Father. Till we meet again, Lord, Father, we pray for your grace, your favor, your anointing upon our lives, Lord Jesus, hallelujah. We surrender ourselves once again into thy hands, Lord, Father. We give you the honor, glory, Master, to thee, Lord. In Jesus' mighty name we pray. Amen. അമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ശ്വാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടാക്കിയവരാകട്ടെ. ആമേൻ. ഈ ആമേൻ. രാത്രിത്തോളം നമുക്ക് ചെയ്തത് നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ.